ജോയ്സ് ടി വിയിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെല്ലാവരും കർത്താവിൽ സന്തോഷമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സഹോദരിയാണ് കടന്നു വന്നിരിക്കുന്നത്. യുപിയുടെ പ്രദേശത്ത് അനേക വർഷങ്ങളായി കർത്താവിൻ്റെ വേലയോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. ഇപ്പോഴെത്താൻ ഏകയായിട്ടാണ് കുറേ വർഷങ്ങളായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്നത്. ആ പ്രിയ ദൈവദാസി കടന്നു പോകുന്നതായ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും യുപിയുടെ പ്രദേശത്ത് എൻ്റെ ഉൾഗ്രാമങ്ങളിൽ കർത്താവ് തന്നെ ഉപയോഗിക്കുന്നതായ വിധങ്ങളെയും വഴികളെയും ഒക്കെ കേൾക്കുവാൻ ഈ പകൽക്കാലം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കേൾക്കുന്നവരുടെ ജീവിതത്തിൽ അത് അനുഗ്രഹവും വിടുതലും ആശ്വാസവുമായി തീരട്ടെ. പ്രിയ കർത്താവിൻ്റെ ദാസി തൻ്റെ ജീവിതാനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് വേണ്ടി കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ലോർഡ്. കർത്താവിൽ സന്തോഷമായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നു സിസ്റ്ററെ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവിടെ? എനിക്ക് എൻ്റെ 3 മക്കള്. അതിൽ ഇപ്പൊ എൻ്റെ കൂട്ടത്തിലെ മൂത്ത മോനേ ഉള്ളൂ. ഇളയ മോളും കുടുംബമായിട്ട് ആഗ്രയിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഇളയ മോൻ ആസാമില് ഒരു ദേവദാസിന്റെ കൂട്ടത്തിൽ നിന്നൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നു. മൂത്തയാള് വൈവാമില് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ദൈവദാസി സഹായിക്കട്ടെ, കർത്താവ് ഉപയോഗിക്കട്ടെ. കർത്താവിന്റെ ദാസിയുടെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നപ്പാ. ഹല്ലേലൂയ. നിന്റെ ദാസിയുമായി ദൈവസന്നിധിയിൽ അടുത്തു വരുവാൻ കർത്താവ് ഇടയാക്കിയതിനാൽ നന്ദിയോടങ്ങേ സ്തുതിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിക്കുന്നു, പ്രിയ ദാസിയെ ഏൽപ്പിക്കുന്നു. കടന്നുപോയ വഴികളും വിധങ്ങളും ദൈവം നടത്തിയ വിധങ്ങളും ഒക്കെയും പറയുവാനും അത് കേൾക്കുന്നവരുടെ ജീവിതത്തിൽ വലിയൊരു വിടുതലായി മാറുവാന് കർത്താവോടൊന്ന് സഹായിക്കുമാറാകണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നാട്ട് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവദാസി ജീവിതത്തിന്റെ അനുഭവങ്ങളെ ദൈവദാസിക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. എനിക്കിങ്ങനെ അവസരം തന്ന ജോയ്സ് ടി വിയിലെ കർത്താവിന്റെ ദാസി റേച്ചൽ ദേവദാസിക്കും ഇതിന്റെ എല്ലാ പ്രവർത്തകർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ സ്നേഹം നിനക്ക് അറിയിക്കുന്നു. എന്റെ ജീവിതാനുഭവത്തിലുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങൾ സാക്ഷ്യമായി പറയുവാനായിട്ട് അവസരം തന്ന ദൈവത്തിനും നന്ദി കരയറ്റുകയാണ്. ഞാൻ 4 ലൈൻ പാട്ട് പാടിയിട്ട് എന്റെ ടെസ്റ്റിമണി ഒരുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്രത്തോളം എന്നെ കൊണ്ടുവന്നിടുവാൻ ഞാനും എൻ കുടുംബവും എന്തുള്ളൂ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. ഇത്ര നന്മകൾ ഞങ്ങളനുഭവിപ്പാൻ എന്തുള്ളൂ യോഗ്യത നിൻ മുൻപിൽ. പ്രൈസ് ദി ലോർഡ്. എന്റെ പേര് ഓമന തോമസ്. പ്രിയ ദേവദാസിന്റെ പേര് പാസ്റ്റർ KJ തോമസ്. മക്കളുടെ പേര് പ്രിസ്കില്ല സാം. മക്കളുടെ പേര് ജസ്റ്റിൻ, ജെവിൻ. ഇങ്ങനെ ആണ് ഞങ്ങളുടെ കുടുംബം. ഞാനൊരു പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടു. പെന്തക്കോസ്ത് മാതാപിതാക്കളാൽ ജനിച്ചു വളർത്തപ്പെട്ടുവെങ്കിലും വേണ്ടുന്ന രീതിയിൽ ഞാനൊരു ആത്മീയമായ ഒരു ഉണർവ് പ്രാപിപ്പാനായിട്ട് എനിക്ക് കഴിഞ്ഞിരുന്നില്ല. ജീവിതത്തില് പലവിധമായ പ്രശ്നങ്ങൾ, പ്രതിസന്ധികളൊക്കെ കടന്നു വന്നുകൊണ്ടിരുന്നു. എന്നാൽ എൻ്റെ കുടുംബത്തിലെ എൻ്റെ പിതാവിന്റെ അമ്മയാണ് ആദ്യം രക്ഷിക്കപ്പെട്ടു വന്നത്. അമ്മ രക്ഷിക്കപ്പെട്ടു വന്നു എന്നുള്ള കാരണത്താൽ പ്രിയപ്പെട്ട വല്യമ്മയും വല്യപ്പനെയും എൻ്റെ പിതാവിനെയും ഒക്കെ അവർ ആ കുടുംബക്കാര് വീട്ടിൽ നിന്ന് ഇറക്കി വിടുവാനായിട്ട് ഇടയായിത്തീർന്നു. ആ സമയത്ത് വാഹനങ്ങളൊന്നും ഓടിക്കൊണ്ടിരുന്ന സമയമായിരുന്നില്ല. കോട്ടയത്തിനടുത്തുള്ള ഒരു സ്ഥലമാണ്.
അവിടെ നിന്ന് അവര് ഹൈറേഞ്ചിലേക്ക് നടന്ന് 2 ദിവസം 3 ദിവസം എടുത്ത് ഹൈറേഞ്ചിലേക്ക് പാർപ്പാനിട്ടിടയായി തീർന്നു. അങ്ങനെ അവരുടെ വിശ്വാസവും പ്രാർത്ഥനയുമാണ് ഞങ്ങളെല്ലാവരെയും ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കൂട്ടിവരുത്തുവാനിടയായി തീർന്നത്. എന്റെ പ്രിയ വല്യമ്മ വിശ്വാസത്തിനു വേണ്ടി ധൈര്യത്തോടെയും പ്രത്യാശയോടും നിലനിൽപ്പാനിടയായി തീർന്നു. എന്റെ മാതാപിതാക്കളെ ഞാൻ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾ 5 മക്കളുണ്ട്. അതില് 2 പെണ്ണും 3 പെണ്ണും 2 ആണുമാണ്. അതില് ഞാനാണ് പെൺമക്കളിൽ മൂത്തയാള്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് ഒരു തലവേദന അനുഭവപ്പെട്ടു. അത് മൈഗ്രെയിൻ ആയിരുന്നു. പക്ഷെ അത് എനിക്ക് എന്റെ ജീവിതത്തില് സഹിക്കാൻ പറ്റാത്ത ഒരു വലിയ വലിയ ദുഃഖത്തിലേക്ക് കടന്നു പോകാനിടയായി തീർന്നു. എന്നാൽ വളരെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തുവെങ്കിലും മെഡിക്കൽ കോളേജിനടുത്ത് കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചില നാളുകൾ ട്രീറ്റ്മെന്റ് ചെയ്തുവെങ്കിലും എനിക്ക് അതിനൊരു ഫലം ഉണ്ടായിരുന്നില്ല. വീണ്ടും ഡോക്ടർ പറഞ്ഞു, ഇത്രയും മരുന്നൊക്കെ കഴിച്ചിട്ട് എന്തുകൊണ്ടാണ് കുറയാത്തത്, അതുകൊണ്ട് നമുക്കൊരു എക്സ്റേ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞപ്പോൾ തലയ്ക്കുള്ളില് മൊത്തം കഫം നിറഞ്ഞിട്ട് അത് വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് പോകും എന്ന് ഇപ്പോഴെന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ അങ്ങനെ പിന്നീട് ഭാവിയിൽ ദോഷമായി തീരുമെന്നെല്ലാം ഡോക്ടർ വിധി എഴുതുവാനിട്ടിടയായി തീർന്നു. അങ്ങനെ ആദ്യം ഒരു പ്രാവശ്യം എന്റെ മൂക്കിലൂടെ വലിയൊരു സൂചി ഇങ്ങനെ കുത്തിയിട്ട് അതെല്ലാം തലയെല്ലാം വാഷ് ചെയ്യുവാനിട്ടിടയായി തീർന്നു. പിന്നെ 6 മാസത്തിന് ശേഷം വീണ്ടും അതേ ഇത് തന്നെ ഉണ്ടാകുവാനിടയായി തീർന്നു. വീണ്ടും എനിക്ക് എന്റെ വിദ്യാഭ്യാസം അത് ബാധിച്ചിരുന്നു. ഞാന് എന്റെ ജീവിതത്തില് എന്ത് ചെയ്യണം, എന്റെ ഭാവി എന്തായി തീരുമെല്ലാമെന്ന് ഓർത്ത് ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ആത്മാവിന്റെ വലിയൊരു ഉണർവ് എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നില്ല. ഞാൻ സൺഡേ സ്കൂളൊക്കെ പോകുമായിരുന്നു. അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ എന്റെ പിതാവും മാതാവും വളരെ ഞങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്റെ 2ാം പ്രാവശ്യം 6 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഇതേ ആവർത്തി തന്നെ ഉണ്ടായപ്പോൾ ഡോക്ടർ പണ്ട് ഡോക്ടർമാരിയ്ക്കുന്ന OPയുടെ സൈഡിൽ ഒരു സ്ക്രീൻ ഇങ്ങനെ വെച്ചിരിക്കും. ആ സ്ക്രീനിൽ ഇടയ്ക്കൂടി ഞാനിങ്ങനെ നോക്കുമ്പോൾ മറ്റൊരാളിന്റെ മൂക്കിനകത്ത് വീണ്ടും അങ്ങനെ ഈ കമ്പി പോലത്തെ വലിയൊരു സൂചിയാണ് അതിട്ട് കുത്തി പുള്ളിക്കാരന് അസഹിക്കാൻ പറ്റാത്തതുപോലെ ഒരു അനുഭവം കാണുവാനിടയായി തീർന്നു. ഞാൻ അന്നേരം ആ സ്ക്രീനിന്റെ അടുത്ത് നിന്നുകൊണ്ട് തന്നെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു, കർത്താവേ, ഇങ്ങനെയൊരു അനുഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയാകരുത്. ദൈവം എനിക്ക് ഞാൻ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇറങ്ങി വരുമ്പോൾ നല്ലൊരു റിസൾട്ടോട് കൂടി കടന്നു വരുവാനായിട്ട് കർത്താവ് എന്നെ സഹായിക്കണം. അങ്ങനെയെങ്കിൽ ഞാൻ ഈ കാര്യം മറ്റുള്ളവരുടെ അനേകരുടെ മധ്യത്തിൽ സാക്ഷ്യം വഹിപ്പാനിടയായി തീരുമെന്നുള്ള ഒരു തീരുമാനമെടുപ്പാനിടയായി തീർന്നു. ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ കുഴപ്പമില്ല എന്ന് എന്നെ പറഞ്ഞയപ്പാനിടയായി തീർന്നു. ഞാൻ ആ സ്ക്രീനിന്റെ മറവിൽ നിന്നുകൊണ്ടുള്ള എന്റെ കണ്ണുനീര് കർത്താവ് കണ്ടു. അങ്ങനെ ഞങ്ങൾ ഹൈറേഞ്ചിന്റെ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥലം മാറി പോവാനിടയായി തീർന്നു. ഇടുക്കി ജില്ലയിലാണ് എന്റെ വീട്. ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഞാൻ കടന്നു ചെന്നു. അവിടെ ഞങ്ങള് ചർച്ചിൽ ആരാധനയ്ക്കെല്ലാം പങ്കെടുത്തുകൊണ്ടിരുന്ന സമയത്ത് വീണ്ടും എനിക്ക് എന്റെ പ്രീ ഡിഗ്രിയുടെ സമയത്തായപ്പോൾ വീണ്ടും എനിക്ക് തലവേദന ഉണ്ടാകുവാനിടയായി തീർന്നു. അന്നും ദേവദാസന്മാരാൽ അനുഗ്രഹിക്കപ്പെട്ട ആലോചനകളൊക്കെയും തന്നു. ഞാന് വീട്ടിന്റെ പല സാഹചര്യങ്ങളിലും എനിക്ക് ആത്മീയമായി മുന്നേറുവാൻ കഴിവില്ലാത്ത നിലകളിൽ ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന സമയത്ത് ഈ ദൈവത്തിന്റെ ആലോചന ഞാൻ കേട്ട് ദൈവത്തോട് ഞാൻ ഇപ്രകാരം പറഞ്ഞു. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്ന വഴിയിൽ വെച്ച് എനിക്ക് എന്റെ തല ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരു അനുഭവം തോന്നി. അപ്പോൾ വീണ്ടും എനിക്ക് ആ തലവേദന അനുഭവപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഇടുക്കിയില് ഉപ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ കടന്നു വന്നു. അവിടെ വെച്ചാണ് എനിക്ക് വീണ്ടും ഞങ്ങളവിടെ ഷാരോൺ ചർച്ചിലെ മെമ്പേഴ്സാണ്. അവിടുത്തെ ചർച്ചില് കടന്നുപോയി 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയർ നടക്കുന്ന സമയത്ത് അങ്ങോട്ട് ഞങ്ങൾ 3 ദിവസത്തെ ഫാസ്റ്റിംഗ് പ്രയറിൽ പ്രിയ ദേവദാസന്മാരെല്ലാം ദൈവത്തിന്റെ ആലോചന ഞങ്ങളോട് അറിയിപ്പാനിടയായി തീർന്നു. അപ്പോൾ ഞാൻ ദൈവസേനയിൽ ഒരു തീരുമാനമെടുത്തു, കർത്താവ്, ഈ പ്രാർത്ഥനയിൽ എന്റെ കർത്താവ് എനിക്ക് സൗഖ്യം തരുന്നുവെങ്കിൽ അനേകരുടെ മധ്യത്തിൽ സാക്ഷിയായി തീരാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞാൻ പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുന്ന സമയത്ത് വഴിയിൽ വെച്ച് വീണ്ടും എനിക്ക് തലയ്ക്ക് വേദന അനുഭവപ്പെടുവാനിടയായി തീർന്നു. പെട്ടെന്ന് ഞാൻ ദൈവത്തോട് ഇങ്ങനെ തീരുമാനിച്ചു, കർത്താവ്, ഈ സമയം ഞാൻ വീട്ടിൽ കടന്നു ചെല്ലുന്നതിന് മുൻപായി തന്നെ ദൈവത്തിന്റെ കരം എന്റെ മേലൊന്ന് തൊട്ട് എന്നെ സൗഖ്യമാക്കണമേ എന്ന് പറയുവാനിടയായി തീർന്നു.
അങ്ങനെ കർത്താവ് എനിക്ക് 2-3 മിനിറ്റിനുള്ളിൽ തന്നെ പൂർണ്ണ സൗഖ്യം വരുവാനായിട്ട് ഇടയായി. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ദൈവം അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ആണ്. ലോകവൈദ്യനെ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവ തന്നെ നമ്മെ വൈദ്യനായിരുന്നു നമ്മോട് കൂടിയിരുന്ന് വഴി നടത്തുമെന്ന് ഒരിക്കൽ കൂടി എനിക്ക് അനുഭവിച്ചറിയുവാനായിട്ട് കർത്താവ് സഹായിച്ചു. അങ്ങനെ എന്റെ 24-ാമത്തെ വയസ്സിൽ എന്റെ വിവാഹം നടന്നു. ഇടുക്കി ജില്ലയിൽ തന്നെയുള്ള അടിമാലിക്കടുത്ത് കമ്പിളികണ്ടം എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു ദേവദാസൻ എന്നെ വിവാഹം കഴിപ്പാനിടയായി തീർന്നു. പ്രിയ ദേവദാസൻ 14 വയസ്സ് മുതൽ വീട്ടിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മറ്റ് പല ദേവദാസന്മാരുടെ കൂട്ടത്തിൽ കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരുന്ന ഒരു ദേവദാസനാണ്. എന്നെ വിവാഹം കഴിച്ചു. ഞങ്ങൾ ഒന്നിച്ച് ഈ കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിന്റെ വേലയിലായിരുന്നു. പ്രിയ ദേവദാസൻ എല്ലാ മാസത്തിലും ഒരാഴ്ച വീതം എല്ലാ ഡിസ്ട്രിക്റ്റിലും പോയി ഔട്ട്റീച്ചിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു. ജയിൽ മിനിസ്ട്രി ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യും. എന്നാൽ തിരുവനന്തപുരം ജില്ല ഒഴികെ ബാക്കി എല്ലാ ജില്ലയിലും കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യുവാൻ തക്കവണ്ണം പ്രിയ ദേവദാസനെയും അവരുടെ ടീമിനെയും കർത്താവ് സഹായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾ ഈ വടക്കേ ഇന്ത്യയിലെ വേലയെക്കുറിച്ച് ഞങ്ങൾക്ക് വലിയൊരു ഭാരമുണ്ടായിരുന്നു. കാരണം ആരും അവരെ കാണുന്നില്ല, വിദ്യാഭ്യാസമില്ലാത്ത ജനങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള ചില ഭാരങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ ആത്മഭാരം ഉണ്ടാകുവാനിടയായിട്ടുണ്ട്. അപ്പോൾ ദൈവത്തോട് ഞങ്ങൾ ഇങ്ങനെ നിരന്തരം പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ത്യൻ സുവിശേഷീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ തിങ്കളാഴ്ചയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. ഞങ്ങളുടെ 3 കുഞ്ഞുങ്ങള്, ഏറ്റവും ഇളയ കുഞ്ഞ് 5 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് പ്രിയ ദേവദാസനും ഞങ്ങൾ എല്ലാവരും കൂടി 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന എന്റെ ഭവനത്തിൽ ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ 10-ാമത്തെ ദിവസം, കർത്താവെ, ഞങ്ങൾ ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയത്. കർത്താവെ, നീ ഞങ്ങളെ അയക്കുന്നുവെങ്കിൽ, വടക്കേന്ത്യയിലേക്ക് അയക്കുന്നുവെങ്കിൽ, ആർക്കും വേണ്ടാത്തവരുടെയും ആരും ഉൾക്കൊള്ളാൻ ഇല്ലാത്തവരെയും ഉൾക്കൊണ്ട് അവരുടെ മധ്യത്തിൽ കർത്താവിന്റെ വേല ചെയ്യുവാൻ കർത്താവ് നീ ഞങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നുവെങ്കിൽ അങ്ങനെ ചെയ്യുവാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിന്റെ 10-ാം ദിവസം ഞങ്ങൾക്ക് പ്രിയ ദേവദാസന് ഒരു കത്ത് വരുവാനിടയായി തീർന്നു. വടക്കേന്ത്യൻ സുവിശേഷീകരണത്തിന് വേണ്ടി ഒരു ഫാമിലി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ട് വരാൻ താല്പര്യപ്പെടുന്നുവെങ്കിൽ വരാനായിട്ടൊരു അവസരം ഞങ്ങൾ തരികയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ 2003 ജനുവരി മാസം ദേവദാസൻ വടക്കേന്ത്യയിലേക്ക് കടന്നു വന്നു. മറ്റൊരു ദേവദാസനെ കൊണ്ടുവിടുവാനായിട്ടാണ് കടന്നു വന്നത്. ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ ദൂരെ ഒരു ദേവദാസൻ, തിരുവനന്തപുരംകാരൻ ഒരു ദേവദാസൻ മലയാളി ഉണ്ട്. അരുൺ യേശുദാസൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പ്രിയ ദേവദാസന്റെ സ്ഥലം ഒന്ന് പറഞ്ഞാട്ട് യുപിയിലെ ലഖിംപൂർ ഡിസ്ട്രിക്ട് മൊഹമ്മദി. അവിടെയാണോ വന്നത്? അവിടെ പ്രിയ ദേവദാസൻ വന്നത് ബീര എന്ന് പറഞ്ഞ അരുൺ യേശുദാസൻ എന്ന് പറഞ്ഞ ദേവദാസന്റെ ചർച്ചിലാണ് വന്നത്. അവിടെ 3 മാസത്തെ ട്രെയിനിങ് എടുത്തു. അതിനുശേഷമാണ് ഈ മൊഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വരുവാനിടയായി തീർന്നത്. 3 മാസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഒരു ചോദ്യം ചോദിക്കാറുണ്ട്, നിങ്ങൾ മുമ്പോട്ട് എന്താണ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്? ചിലരൊക്കെ പഠിക്കാൻ വേണ്ടി മാത്രം വരുന്നവരുണ്ട്. എന്നാല് പ്രിയ ദേവദാസനോട് ഇങ്ങനെ ചോദിച്ചു. ചിലർ വേല ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വരുന്നവരുണ്ട്. എന്നാല് പ്രിയ ദേവദാസനോട് ഇങ്ങനെ ചോദിച്ചു, പ്രിയ ദേവദാസന് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ പ്രിയ ദേവദാസൻ പറഞ്ഞത്, ഞാന് ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത്, അതായത് കർത്താവിന്റെ വേല ചെയ്യാത്ത ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ ആരും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് കടന്നുപോയി കർത്താവിന്റെ വേല ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുവാനിടയായി തീർന്നു. അങ്ങനെ പ്രിയ ദേവദാസൻ ആ ചർച്ചില്, അതായത് ബീര ചർച്ചിലെ അരുൺ യേശുദാസൻ എന്ന് പറയുന്ന ദേവദാസന്റെ സഭയിലുള്ള വിശ്വാസികളും ദേവദാസനും ഞങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന മൊഹമ്മദി, ലഖിംപൂർ ഡിസ്ട്രിക്റ്റിലെ മൊഹമ്മദി എന്ന് പറയുന്ന സ്ഥലത്ത് കടന്നു വരുവാൻ ഇവിടെ ഈ സ്ഥലത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം ഞങ്ങൾ വരുന്നതിന് 1 വർഷം മുമ്പ് അവിടെയുള്ളൊരു ചില വിശ്വാസികൾ ഉണ്ടായിരുന്നു ഇവിടെ. അവര് 3 ദിവസത്തെ കൺവെൻഷൻ നടത്തി. അപ്പോൾ സുവിശേഷ വിരോധികൾ രാത്രിയിൽ വന്ന് അവരുടെ മൈക്ക് ഇങ്ങനെയുള്ള എല്ലാ ഇൻസ്ട്രുമെന്റ്സും നശിപ്പിച്ചതിന് ശേഷമായി പ്രിയ ദേവദാസനെയൊക്കെ ഓടിക്കാനിടയായി തീർന്നു. അപ്പോൾ ഇവിടെ പിന്നെ കർത്താവിന്റെ വേല നിന്നു പോകാൻ ഇടയായി തീർന്നു. ആ സ്ഥലത്താണ് ഞങ്ങൾ കടന്നു വന്നത്. പ്രിയ ദേവദാസനും നേപ്പാളിലെ ഒരു പയ്യനും കൂടിയാണ് ഇവിടെ കർത്താവിന്റെ വേലയ്ക്ക് വന്നത്. ട്രാക്ട് വിതരണങ്ങള് എല്ലാം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഇവരെ പോലീസ് ഓടിക്കുവാൻ ഇടയായി തീർന്നു. കാരണം ഒരു പ്രശ്നം നടന്നിട്ട് 1 വർഷം മാത്രമേ ആയില്ല. അതിനു മുൻപാണ് ഞാൻ ഇവിടെ പ്രിയ ദേവദാസനും ആ കൊച്ചുങ്ങളെ കടന്നു വരുന്നത്. പുസ്തകങ്ങള്, ട്രാക്റ്റുകളൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ കൊണ്ട് വിറ്റെങ്കിൽ മാത്രമേ അവർക്ക് ഉപജീവനത്തിനുള്ള മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 5 രൂപയ്ക്ക് 2 രൂപയ്ക്കൊക്കെ വിൽക്കുമായിരുന്നു. അങ്ങനെ കടന്നു വന്ന സമയത്ത് പോലീസുകാർ അവരെ ഓടിച്ചു. പക്ഷെ ആ നേപ്പാളിൽ പയ്യന് ഇവിടുന്ന് തിരിച്ചു പോകാനിടയായി തീർന്നു. അതിനുശേഷമായി പ്രിയ ദേവദാസൻ 2-3 മാസം തനിച്ചായിരുന്നു. ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന ഏരിയയിൽ
50% ഹിന്ദുസും 50% മുസ്ലിംസുമാണ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു മുസ്ലിമിന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇവിടെ ഞങ്ങൾ ഏജിയോടുള്ള ബന്ധത്തിലാണ് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞങ്ങളായിരിക്കുന്ന മേഖല എന്ന് പറയുന്നത് വളരെ ഒരു ഉന്നതിയൊന്നുമില്ലാത്ത ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു ഏരിയ ആയിരുന്നു. ഞങ്ങൾ വന്ന് ദേവദാസൻ തനിച്ചായിരുന്നു. അതിനുശേഷമായി 3 മാസത്തിന് ശേഷമായി ഞാനും അവിടുന്ന് എന്റെ കുഞ്ഞുങ്ങളെ എല്ലാം നാട്ടിലാക്കിയതിനു ശേഷമായി ഇവിടെ കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. കുഞ്ഞുങ്ങളെ മാതാപിതാക്കളുടെ അടുത്ത് 5 വയസ്സ് പ്രായമുള്ള കുഞ്ഞിനെ ഇട്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് കർത്താവിന്റെ വേലയ്ക്കായി കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ 2 മാസത്തിന് ശേഷമായി ഞാനും കടന്നു വന്നതിന് ശേഷം ഞങ്ങളുടെ വാത്സല്യ ദേവദാസിന്റെ പിതാവ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അവിടെ മരണത്തിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ കടന്നുപോയി. മടങ്ങി വന്ന സമയത്ത് കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, മൂത്തവർ 2 പേര് സ്കൂളിൽ പോകുന്ന സമയമായിരുന്നു. അവര് പഠിത്തം എല്ലാം മുടക്കി ഞങ്ങൾ യുപിയിലേക്ക് കടന്നു വന്നു. ഞങ്ങൾക്ക് വാടക മാത്രമേ ലഭിക്കുന്നുള്ളായിരുന്നുള്ളൂ. ഭക്ഷണത്തിനുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചുകൊണ്ടിരുന്നത് മറ്റൊരു ആരുണ്യവിശ്വാസൻ എന്ന് പറയുന്ന ദേവദാസന്റെ സഭയിലുള്ള ദൈവമക്കള് ഞങ്ങൾക്ക് ഭക്ഷിപ്പാനായിട്ട് ആട്ടാരി, അതായത് ചെറിയ സോപ്പ് വരെയുള്ള കാര്യങ്ങൾ അവരാണ് ഞങ്ങൾക്ക് എല്ലാ മാസവും എത്തിച്ചുകൊണ്ടിരുന്നത്. ഒരു GK പിള്ള എന്ന് പറയുന്ന ഡൽഹിയിൽ ഇപ്പോൾ കർത്താവിന്റെ വേലയിൽ ഒരു ദേവദാസന് കുടുംബവും അന്ന് അവിടെ ഉണ്ടായിരുന്നു. ഇവരൊക്കെയാണ് ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരുന്നത്. അതായത് ഈ 1 മാസത്തെ ആഹാരം എന്ന് പറയുന്നത് അവർ കൊണ്ടിരുന്നത് മാത്രമാണ്. ഞങ്ങൾക്ക് ഭാഷ അറിയാത്തത് കൊണ്ടും മറ്റു കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എന്താണ് കടയിൽ ചെന്ന് ചോദിക്കേണ്ടതൊന്നും അറിയത്തില്ലായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ ദേവദാസനും സഭയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ 2 വർഷത്തെ വിദ്യാഭ്യാസം നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ചതിന് ശേഷമായി കുഞ്ഞുങ്ങളുമായിരുന്നു പ്രാർത്ഥിച്ച് കുഞ്ഞുങ്ങളെ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷമായി ഞങ്ങൾ ഓരോ വഴികളിലൂടെ നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വാക്കിംഗ് പ്രയർ നടത്തുമായിരുന്നു. കർത്താവ് അബ്രഹാമിനോട് ഇപ്രകാരം ഒരു വാഗ്ദത്തം ചെയ്തു, ഹല്ലേലൂയ, നീ കാൽ ചവിട്ടും ദേശമൊക്കെ നിനക്ക് അവകാശമായി തരാമെന്ന് കർത്താവിന്റെ വാഗ്ദത്തമാണ്. ഞങ്ങൾ ആ വാക്യങ്ങൾ പറഞ്ഞ് ഓരോ വഴികളിലൂടെ നടന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വീണ്ടും തിരിച്ചു മടങ്ങി വന്ന് ഞങ്ങളെ റൂമിലായിരുന്നതിന് ശേഷം വീണ്ടും ഞങ്ങള് കുഞ്ഞുങ്ങൾക്ക് ആഹാരമെല്ലാം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം വീണ്ടും ഗ്രാമങ്ങളിലേക്ക് മടങ്ങിപ്പോകും. കാരണം ഞങ്ങളുടെ ഈ ട്രാക്ട് വിറ്റെങ്കിൽ മാത്രമേ ചിലപ്പോൾ 2 രൂപയായിരിക്കും, ചിലപ്പോൾ 5 രൂപയായിരിക്കും കിട്ടുന്നത്. അതിലേറ്റവും വേദനാജനകമായ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവിടെ എന്ന് പറയുന്നത് എത്ര ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാലും അവർ രാവിലെ പാലില്ലാതെ ചായ കുടിക്കാറില്ല, കുഞ്ഞുങ്ങൾക്കും കൊടുക്കാറില്ല. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്റെ ഇളയ മോനെന്ന് ഞങ്ങളോട് പറഞ്ഞു, ഇളയ മോൻ ഇങ്ങനെ പറയുവാനിടയാക്കിയിരുന്നു, ഞങ്ങൾക്ക് മമ്മി ഇന്ന് പാൽച്ചായ ഞങ്ങൾക്ക് കുടിക്കാൻ തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ ഇന്ന് തരാം. ഞാൻ പിന്നെ ദേവദാസനോട് ഞാൻ പറഞ്ഞു, ഇന്ന് ഞാൻ ഉപവാസത്തോടു കൂടി ഞാൻ ഗ്രാമത്തിലേക്ക് കടന്നു പോകും. ഒരു 5 രൂപയ്ക്കുള്ള പുസ്തകം വിൽക്കുകയാണെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് ചായ വാങ്ങി കൊടുക്കാം. ഞാൻ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടി ഗ്രാമത്തിൽ കടന്നുപോയി. അന്ന് 5 രൂപയ്ക്ക് എല്ലാ ചായപ്പൊടിയും പഞ്ചസാര, പാല്, ഇത്രയും സാധനം 5 രൂപയ്ക്ക് അന്ന് കിട്ടുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ച് ഉപവാസത്തോടു കൂടി തന്നെ പോകാനായിട്ട് ഇടയായി തീർന്നു. കടന്നു വന്നപ്പോൾ 5 രൂപ ദൈവം ഞങ്ങൾക്ക് തരുവാനായിട്ട് ഇടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം ഹല്ലേലൂയ അത്ഭുതങ്ങളെ ചെയ്യുന്നവനാണെന്ന് ഒരിക്കൽ കൂടി അങ്ങനെ കടന്നു വന്ന് ഞാൻ കുഞ്ഞുങ്ങൾക്ക് ചായക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്തു. ഞങ്ങൾ ആദ്യത്തെ ഒരു 3 വർഷത്തോളം ഞങ്ങൾ ശരിക്കും ആഹാരം കഴിച്ചിട്ടില്ല, നല്ല വസ്ത്രങ്ങൾ ഇടുവാനിട്ടില്ലായിരുന്നു. ഓരോരുത്തർ തരുന്ന ഡ്രസ്സുകളൊക്കെ ഇട്ടുകൊണ്ടാണ് കർത്താവിന്റെ വേലയിൽ ഇവിടെ ആയിരുന്നു. ഞങ്ങൾ ഓരോ ഗ്രാമത്തിലും കടന്നു പോകുമ്പോൾ പ്രിയ ദേവദാസൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള പടം വരച്ച് കാണിക്കുമായിരുന്നു. കാരണം ഹിന്ദി അത്ര ഭാഷ വശമല്ലായിരുന്നു, ഇവിടെയുള്ളവർക്ക് ഇംഗ്ലീഷും അറിയത്തില്ല. അതുകൊണ്ട് പടം വരച്ച് കാണിക്കും. അപ്പോൾ അവർക്കത് വിശ്വാസമായിരുന്നു. അവര് വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഞങ്ങള് രണ്ടാമത് കണ്ടുപിടിച്ച ഒരു ഇതെന്ന് പറയുന്നത്, എല്ലാ ഗ്രാമങ്ങളിലും കടന്നു പോകുമ്പോൾ അവിടെയുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾ ക്യാൻവാസ് ചെയ്തതിനു ശേഷമായി കുഞ്ഞുങ്ങളെ 1-2 ആദ്യം ചുമ്മാ ഒന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു കേൾപ്പിക്കും. അതിനുശേഷം കുഞ്ഞുങ്ങളോട് പറയും, നിങ്ങൾ പറയാൻ പറയും. പിന്നെ അവരെ ക്യാൻവാസ് ചെയ്യുമ്പോഴത്തേക്ക് മാതാപിതാക്കളെല്ലാം ഇങ്ങനെ ഓടി വരും ഓരോ ഗ്രാമത്തിൽ നിന്ന്. അങ്ങനെ ഓടി വരുമ്പോൾ അവരെ നമ്മൾ പിന്നെ പറഞ്ഞ് ഞങ്ങൾ അക്ഷരം പഠിപ്പിക്കാം, അത് കഴിഞ്ഞ് നിങ്ങൾ സ്കൂളിൽ വിടണം എന്ന് പറയും. അങ്ങനെ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ക്യാൻവാസ് ചെയ്ത്, കാരണം ഇവരെ ഒന്ന് കണ്ടാൽ നമുക്ക് തൊടാനും തോന്നത്തില്ല,
വൃത്തിയൊന്നുമില്ല. ചിലപ്പോ ഒരാഴ്ചയൊക്കെ ആയിരിക്കും കുളിച്ചിട്ട്, ഒരാഴ്ചയായി കാണും, പല്ല് തേക്കത്തിന്റെ ഇങ്ങനെയുള്ള അനുഭവത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷെ അവരെയെല്ലാം ഞങ്ങള് ബ്ലേഡ് കൊണ്ടുപോകും നഖം വെട്ടാനായിട്ട്, പേസ്റ്റ് കൊണ്ടുപോകും ബാഗിനകത്ത്, പേസ്റ്റ്, പെൻസില്, ചെറിയ ചെറിയ ബുക്കുകൾ, അവർക്ക് അത്യാവശ്യമുള്ള മുട്ടായി, ഇങ്ങനെയുള്ളതെല്ലാം കൊണ്ടുപോയി കുഞ്ഞുങ്ങളെ ക്യാൻവാസ് ചെയ്ത് ഹിന്ദി അക്ഷരവും കണക്കിന്റെ 1 മുതൽ 100 വരെയുള്ളതും പഠിപ്പിക്കും. ഇംഗ്ലീഷിന്റെ ABCD അക്ഷരങ്ങളും പഠിപ്പിച്ച് ആ കുഞ്ഞുങ്ങളെ അടുത്ത അവരുടെ ഗ്രാമത്തിലുള്ള ഏത് സ്കൂളാണോ അടുത്തുള്ളവർ അവിടെ ഞങ്ങൾ അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുമായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 45 ഗ്രാമങ്ങളോളം അങ്ങനെ വർക്ക് ചെയ്യുവാനും 400-ലധികം കുട്ടികളെ ഞങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ച് അഡ്മിഷൻ വാങ്ങിക്കൊടുക്കുവാനിടയായിട്ട് ഇന്ന് ആ കുഞ്ഞുങ്ങളൊക്കെ വലിയ ഉദ്യോഗസ്ഥന്മാരായി. ഞങ്ങളെയൊക്കെ കാണുന്ന സമയത്ത് അവര് ഞങ്ങൾക്ക് നന്ദിയൊക്കെ പറയാറുണ്ട്. കർത്താവ് അവരെ അങ്ങനെയുള്ളവരെ സ്നേഹിപ്പാനും കരുതുവാനും. പിന്നെ അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് 6 മാസത്തിന് ശേഷമായി ഒരു വിശ്വാസ ഗ്രാമത്തെ ലയിപ്പാനിടയായി തീർന്നു. ഞങ്ങളിങ്ങനെ വിശന്ന് മടുത്തതിന് ശേഷമായി ഞാൻ പ്രിയ ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞു, ദേവദാസനോടും പറഞ്ഞു, ദൈവത്തോടും പറഞ്ഞു, കർത്താവെ, ഈ ദേശത്ത് ഞങ്ങളെ കൊണ്ടുവന്നിട്ട് ആ 80 കിലോമീറ്റർ ദൂരത്ത് നിന്ന് ഞങ്ങൾക്ക് ആഹാരം കൊണ്ടുവന്നില്ല എങ്കിൽ ഞങ്ങൾ വയറു നിറച്ച് ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കർത്താവ് ഞങ്ങൾക്ക് ഈ ദേശത്തുള്ള ഭക്ഷണം തന്നെ തരണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ 6-മത്തെ മാസത്തിലാണ് ചില ദൈവമക്കളെ കർത്താവ് ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. അവര് പിന്നെ ആട്ടയായ അരി അവരെ കൊണ്ട് പറ്റുന്നത് പോലുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ചെയ്തു തരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളെ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷമായി ഞങ്ങൾ ഗ്രാമത്തിലേക്ക് കടന്നുപോയി ട്രാക്ട് വിതരണം, ഇങ്ങനെയുള്ള ആക്ഷൻ സോങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് അവരെ വീണ്ടും മടങ്ങി വന്ന ഞങ്ങൾ കർത്താവിന്റെ വേലയിലായിരിക്കാനിടയായി തീർന്നു. അങ്ങനെ 45 ഗ്രാമങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നു. ആ സമയത്ത് പ്രിയ ദേവദാസൻ ഇപ്രകാരം ഒരു ദർശനം കാണുവാനിടയായി തീർന്നു. കർത്താവിന്റെ ഓരോ ദിവസവും ഞങ്ങള് ഇങ്ങനെ പ്രാർത്ഥിക്കും, കർത്താവ് അന്നന്നത്തെ ദോഷം മതിയെന്ന് കർത്താവിന്റെ വചനമാണല്ലോ, അത് നീ ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. കാരണം മറ്റുള്ളവർ നോക്കുമ്പോൾ നമ്മളെ തുച്ഛിക്കുന്നവരായി തീരുവാനിടയാകരുത്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തെ നാം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മെ സ്നേഹിക്കും. ദൈവത്തോട് അടുത്ത് ചെന്നാൽ ദൈവം നമ്മോടും അടുത്ത് വരും എന്നുള്ള കർത്താവിന്റെ വാഴ്ത്തത്തെ വചനങ്ങൾ ഞങ്ങൾക്ക് ഉറച്ചു വിശ്വസിപ്പാനും നിരന്തരം അവയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുവാനെല്ലാം കർത്താവ് ഞങ്ങൾക്ക് അവസരങ്ങൾ തരുവാനിടയായി തീർന്നു. അത് അങ്ങനെ ഞങ്ങൾക്ക് 2-മത്തെ വർഷമായപ്പോൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനായിട്ട് ചില ദൈവമക്കളെ കർത്താവ് ഒരുക്കി ഇവിടെ അടുത്തൊരു സ്കൂളിൽ ചേർത്ത് പഠിപ്പിക്കാൻ. ഞങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളെ ഹിന്ദി പഠിപ്പിച്ചു. ഞങ്ങൾ ആദ്യം പഠിച്ചു, തൊട്ടുള്ള അക്ഷരങ്ങൾ ഞങ്ങൾ ആദ്യം പഠിച്ചു. നമ്മുടെ നാട്ടിൽ പഠിക്കുന്ന ആ ഹിന്ദി അല്ലല്ലോ സംസാരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ആയിരുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം ഹിന്ദി പഠിച്ചു, അതിനുശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് ഞങ്ങൾ പേര് ഒന്നിച്ചു ചേർന്ന് പഠിച്ച് പിന്നെ ഹിന്ദി ബൈബിളും മലയാളം ബൈബിളും വെച്ച് കമ്പയർ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേല ചെയ്യുവാനിടയായി തീർന്നത്. അങ്ങനെ അനേക കുഞ്ഞുങ്ങളെയും ദൈവമക്കളെയും കർത്താവ് ഞങ്ങൾക്ക് ദാനമായി തന്നു. എന്നാല് ഇതിന്റെ മധ്യത്തില് ഈ ഇവിടുത്തെ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിലുള്ള ബാബാജിമാരെന്നാണ് പറയുന്നത്, ഈ കാവ്യവസ്ത്രം ധരിച്ചവര്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന സമയത്ത് അവരോട് ചെന്ന് ഈ വീട്ടുകാരോടെല്ലാം ചോദിക്കും, നിങ്ങൾ എന്താണ്, അവരെന്താണ് ചെയ്യുന്നത്? അന്നേരം പറയും, യേശുവിനെ കുറിച്ചാണ് അവർ പറയുന്നത്. ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് സൗഖ്യം കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് ആരോഗ്യവും ബലവും, ആശുപത്രിയിലെ ചെലവുകള്, മദ്യപാനം, ഇങ്ങനെയുള്ളതെല്ലാം നിന്ന് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ അവരെ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നത്, ഞങ്ങളെ ഗ്രാമത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നതെന്നെല്ലാം പറയുവാനിടയായി തീർന്നു. എന്നാല് ഇങ്ങനെ ആ ബാബാജിമാര് വന്നിട്ട് അവരെ എന്ത് ചെയ്യും, ഇനി ഞാൻ തരുന്ന വെള്ളം നിങ്ങൾ കുടിച്ചാൽ മതി, ഞാൻ നിങ്ങൾക്ക് തരുന്ന ഉപദേശങ്ങൾ നിങ്ങൾ കൈക്കൊണ്ടാൽ മതി. അപ്പോൾ അവര് പറയുന്നത് ഒരു 30 ദിവസത്തേക്കോ 90 ദിവസത്തേക്കോ പുള്ളിക്കാരൻ എന്തെങ്കിലും കൊണ്ട് കൊടുത്തിട്ടു. അപ്പൊ 90 ദിവസം തികയുന്ന അന്ന് രാത്രിയില് വീണ്ടും 90 ദിവസം അവർക്ക് കുഴപ്പമൊന്നും ഇല്ലായിരിക്കും, അവരുടെ വിശ്വാസമല്ലേ. അപ്പോൾ 90 ദിവസം കഴിയുമ്പോഴത്തേക്ക് 90-ാം ദിവസം തികഞ്ഞ് രാത്രി 12 മണി കഴിയുമ്പോൾ വീണ്ടും അവർക്ക് പ്രശ്നം വരും. അതേ പ്രശ്നം, പഴയ പ്രശ്നത്തിന്റെ ഇരട്ടി പ്രശ്നമായിട്ട് കടന്നു വരും. അപ്പോൾ അവർ ഞങ്ങളെ ഫോൺ ചെയ്ത് സംസാരിക്കും, ആന്റിയല്ലേ ദേവദാസിനെ എങ്ങനെ ഞങ്ങൾക്കൊരു പ്രശ്നമാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ ഞങ്ങൾ അവരുടെ ഗ്രാമത്തിൽ ചെല്ലും. അതുപോലെ തന്നെ അവരുടെ വീടുകളൊന്നും നല്ല വീടുകളെ അല്ലായിരുന്നു. ഭിത്തിയെല്ലാം രണ്ടടി വീതിയിലായിരിക്കും ഓരോ ഭിത്തി, 2 അടി വീതിയിലായിരിക്കും ഒരു ഭിത്തി, മണ്ണുകൊണ്ട് ഇങ്ങനെ നനച്ച് അങ്ങനെയുള്ള വീടുകളായിരിക്കും.
അപ്പോൾ ഒരു മഴ പെയ്യുമ്പോൾ ഞങ്ങൾ രാവിലെ ഈ ചെളിയും വെള്ളത്തിലും എല്ലാം നടന്ന് ഞങ്ങൾ അവരുടെ വീട്ടിൽ ചെല്ലും. കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചോ എന്നറിയാനായിട്ട്. അപ്പോൾ അവർക്ക് ഒന്നും കൂടെ ദൈവത്തിൽ ഒരു വിശ്വാസവും ദൈവത്തോടൊന്ന് അടുക്കുന്നതിനുള്ള മുഖാന്തരങ്ങളും കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തരുവാൻ ഇടയായി തീർന്നു. ഓരോ വഴികൾ എന്ന് പറഞ്ഞാൽ വാഹനമില്ല. ഈ ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ കാൽനടയായിട്ടാണ് 20 കിലോമീറ്റർ അങ്ങോട്ട് 22 കിലോമീറ്റർ നടന്ന് ഇങ്ങോട്ടും അതുപോലെ തന്നെ വരണം. വരുമ്പോഴത്തേക്ക് കാലെല്ലാം മരച്ച് നീരൊക്കെ വെച്ചിരിക്കുന്ന അനുഭവങ്ങളുണ്ടാകും. ചിലയിടത്ത് വെള്ളം കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഹാൻഡ് പമ്പ് ഉണ്ട്. പോകുന്ന വഴിക്ക് ഞങ്ങൾ വെള്ളം കുടിച്ച് അങ്ങനെ ഒക്കെ കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ഇങ്ങനെ ഞങ്ങള് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമുണ്ട്. വിശ്വാസത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് തന്നെ ഞങ്ങൾ 5 പേരും എല്ലാ ഞായറാഴ്ചയും ഇരുന്ന് 3 മണിക്കൂർ ഞങ്ങൾ ആരാധിക്കുമായിരുന്നു. അതായത് ഒരാൾ വേദപുസ്തകം സങ്കീർത്തനം വായിക്കും, ഒരാൾ സാക്ഷ്യം, ഞങ്ങൾ 5 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും സാക്ഷ്യം പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന സ്വപ്നങ്ങളെ ദർശനങ്ങളെ എല്ലാം പങ്കുവെച്ച് പ്രാർത്ഥിക്കും. അതായത് രാവിലെ ഇപ്പൊ ദേവദാസിന് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. രാവിലെ പോയിട്ട് നമ്മൾ പല ആൾക്കാരുമായിട്ടൊക്കെ കോണ്ടാക്ട് ചെയ്ത് വരുന്നതല്ല. അപ്പോൾ എന്തെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മാനസികമായ എന്തെങ്കിലും ടെൻഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനുഷ്യ ജീവിതത്തിൽ. അപ്പോൾ പ്രിയ ദേവദാസൻ ഞങ്ങൾ 5 പേരും ഒന്നിച്ചിരുന്നിട്ട് പറയും, ഇന്ന് എന്റെ സംസാരത്തിലോ എന്തെങ്കിലും ഭാരം തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവനാമത്തിൽ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരു രീതി പ്രിയ ദേവദാസനുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ തന്നെ ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഇന്ന് നമ്മൾ കിടന്നുറങ്ങി നാളെ നമുക്കുള്ളതാണോ എന്നറിയാത്തത് കൊണ്ടാണ് പ്രിയ ദേവദാസൻ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു വിശ്വാസമായിരുന്നത്. അങ്ങനെ കുഞ്ഞുങ്ങളോട് വരെ ക്ഷമ ചോദിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു രീതി പ്രിയ ദേവദാസനുണ്ടായിരുന്നു. ഞങ്ങള് 5 പേരും ആരാധിക്കുന്ന, അതായത് ഒരാള് വചന പ്രബോധനങ്ങൾ ചെയ്യും, ഒരാൾ സങ്കീർത്തനം വായിക്കും, മറ്റുള്ളവർ 5 പേര് സാക്ഷ്യം പറയും, പാട്ടുപാടി ആരാധിച്ച് ഞങ്ങൾ 3 മണിക്കൂർ എല്ലാ സൺഡേയിലും. ആളില്ല എന്നുള്ള ഒരു കാരണം ഞങ്ങൾ അവിടെ കാണിച്ചിരുന്നില്ല. ദൈവം അങ്ങനെയുള്ള അത്ഭുതങ്ങളെല്ലാം കർത്താവ് ഞങ്ങൾക്ക് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങള് പ്രിയ ദേവദാസൻ ഒരു 45 ഗ്രാമങ്ങളിൽ വർക്ക് ചെയ്തു. ഏകദേശം ഒരു 46 പേരോളം സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. പല സ്ഥലങ്ങളിൽ പല ഗ്രാമങ്ങളിൽ നിന്ന് സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ പ്രിയ ദേവദാസൻ ഒരു ദർശനം ഇങ്ങനെ കാണുവാനായിട്ട് ഇടയായി തീർന്നു. കടലിൽ നിന്ന് ഒരു സ്വർണം കൊണ്ടുള്ള ഒരു വീട് കരയിലേക്ക് വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നു. ആ വീടിന്റെ പ്രിയ ദേവദാസൻ കടലിന്റെ സൈഡിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് പ്രിയ ദേവദാസനോട് ഒരു ദൂതൻ അവിടെ നിന്ന് പറയുകയാണ്, ഇത് നിന്റെ വീടാണ്, നിന്റെ വീടിന്റെ പണി പൂർത്തിയായി എന്ന് പറയുന്നു. അപ്പോൾ പ്രിയ ദേവദാസൻ ഇങ്ങനെ ആ സ്വപ്നം ഞങ്ങളോട് വിവരിക്കുകയും എല്ലാ ദിവസവും ഞങ്ങളോട് പറയും, ഞാൻ ആദ്യം പോവും, പിന്നെയാണ് നിങ്ങൾ കടന്നു വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളെ വിശ്വാസത്തിൽ നിന്ന് പതറിപ്പോവാൻ ഇടയാകരുത്. ഇവിടെ നമുക്ക് ഇത്രയും ദൈവമക്കളെയൊക്കെ കർത്താവ് തന്നിട്ടുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിച്ച് ഈ കർത്താവിന്റെ വേല ഇവിടെ ചെയ്യണം എന്നെല്ലാം പ്രിയ ദേവദാസൻ പറഞ്ഞ് ഞങ്ങളെ ഉത്തേജിപ്പിക്കുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. വലിയ പ്രോത്സാഹനം തരുവാനായിട്ട് ഇടയായി, വചനത്തിലൂടെ ഞങ്ങളെ ഉറപ്പിക്കുമായിരുന്നു. അങ്ങനെ പ്രിയ ദേവദാസൻ എല്ലാ ദിവസവും എഴുന്നേറ്റ് ഈ ഒരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ വേറൊരു ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് നാട്ടിൽ പോയി എല്ലാവരെയും ഒന്ന് കാണണം, ഞാൻ ഇങ്ങനെ ദൈവസേനയിൽ ചേർക്കപ്പെടും, പെട്ടെന്ന് എന്റെ ദിവസങ്ങൾ അടുത്തിരിക്കുകയാണ് എന്ന് പറയുവാനായിട്ട്. നമുക്ക് നാട്ടിലൊന്ന് പോയി വരണമെങ്കിൽ വരുമാനമില്ല, എങ്ങനെ പോയി വരും? അപ്പോൾ ആ ദേവദാസനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ദേവദാസൻ മറ്റാരോട് പറഞ്ഞ് ഞങ്ങൾക്ക് 5 പേർക്കുമുള്ള ടിക്കറ്റ് എടുത്തു തന്നു. ഞങ്ങൾ നാട്ടിൽ പോയി, അവിടെ പോയി മടങ്ങി വന്നു. എല്ലാവരെയും കൂട്ടുകാരെ കാണേണ്ട മിക്കപേരെയും കണ്ടു. ചിലയിടത്തൊക്കെ ചെന്ന് പ്രതിദിവസം തന്നെ പോയടത്തൊക്കെ യാത്ര പറഞ്ഞു, ഇനി ഞാൻ ഒന്നും കൂടെ പെട്ടെന്ന് ഇവിടെ വരും, നിങ്ങൾ എല്ലാവരും നമുക്ക് ഒന്നിച്ച് കൂടണം എന്നെല്ലാം പറയുന്ന ഈ മരിച്ചു പോകും, ഡെഡ് ബോഡി ആയിട്ട് വരും, അപ്പൊ നിങ്ങൾ എല്ലാവരും വരണമെന്നാണ് അദ്ദേഹത്തിന്റെ മനസ്സിലെ പ്ലാന്. പക്ഷെ ഈ കൂട്ടുകാരോടെല്ലാം പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ മരിച്ചു പോകുമെന്ന്. എന്നാൽ പ്രിയ ദേവദാസിന് വീണ്ടും ഞങ്ങളെ വിളിച്ച് എന്നും ഇങ്ങനെ ഉപദേശിക്കുകയും പറയുകയും ചെയ്യുമായിരുന്നു. ഇവിടെ നാട്ടിലെല്ലാം പോയി വീണ്ടും ഞങ്ങൾ മടങ്ങി വന്നതിന് ശേഷം വീണ്ടും പ്രിയ ദേവദാസൻ നാട്ടിലേക്ക് ഒന്നും കൂടെ പോയി കാണാത്തവരെയൊക്കെ കണ്ടിട്ട് വീണ്ടും മടങ്ങി വന്നിട്ട് ഞങ്ങളോടും വന്ന് പറഞ്ഞു, നിങ്ങള് ദൈവസന്നിധിയില് ഞാൻ ആദ്യം പോകും, എന്റെ യേശുപ്പത്തിന് എന്റെ വീടിന്റെ പണി പൂർത്തിയാക്കിയിരിക്കുകയാണ്, ഇനി എനിക്ക് അധികം ദിവസങ്ങളൊന്നുമില്ല, നമ്മള് കണ്ണുനീരോടെ വിധിച്ചതൊന്നും നഷ്ടമായി പോകരുത്, ഇത്രത്തോളം ദൈവമക്കളെയൊക്കെ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നാം പട്ടിണി കിടന്നതും നമ്മുടെ വിയർപ്പ് ഓരോ ഗ്രാമങ്ങളിൽ വീണിട്ടുള്ളതും
ഹല്ലേലൂയ, നമ്മുടെ ഉള്ളംകാൽ ചവിട്ടിയിരിക്കുന്ന ഗ്രാമങ്ങളൊന്നും ആ ദൈവമക്കൾ ആരും അനാഥരായി പോകരുത്. അവരാരും നിത്യ നരകത്തിലേക്ക് പോകുവാൻ ഇടയാകരുത്. അതുകൊണ്ട് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ കർത്താവിന്റെ വേല ഇവിടെ ചെയ്യണം. അതിനുശേഷമായി പ്രിയ കുഞ്ഞുങ്ങളെയും പഠിപ്പിച്ച് കർത്താവിന്റെ വേല ചെയ്യിക്കണം എന്നെല്ലാം പറഞ്ഞ് ഞങ്ങളെ കുഞ്ഞുങ്ങളോടും പറയുവാൻ ഇടയായി തീർന്നു. ഒരിക്കലും നിങ്ങൾ ദൈവത്തിൽ നിന്ന് പിന്മാറി പോകരുതെന്ന് വീണ്ടും വീണ്ടും ഞങ്ങളെ ആവർത്തിച്ച് ഓർപ്പിക്കുന്ന ഒരു അനുഭവം തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു വീട്ടിൽ മടങ്ങി വന്നു. 2007 സെപ്റ്റംബർ മാസം 11-ാം തീയതി ഞങ്ങളൊരു ഗ്രാമത്തിൽ പോയിട്ട് വന്ന സമയത്ത് വരുന്ന വഴിക്ക് ദേവദാസിനോട് ഞാൻ പറഞ്ഞു, ഇനി തണുപ്പൊക്കെ തുടങ്ങിയാണ്, നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെക്കണം എന്നെല്ലാം പറഞ്ഞു. ദേവദാസൻ കടന്നു വന്നു. മോളെയും കൂട്ടി ഡ്രസ്സുകളെല്ലാം ഓരോരുത്തരുടെ മാറ്റി മാറ്റി ഇങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ദേവദാസൻ മോളോട് ഇപ്രകാരം പറഞ്ഞു, ഇത് പപ്പയുടെ ഈ തുണിയൊക്കെ ആർക്കെങ്കിലും എടുത്ത് കൊടുത്തേക്കണം. അപ്പൊ ഞങ്ങൾ വന്നതിന് ശേഷം ആദ്യം മേടിച്ച ഒരു സ്വന്തം പൈസയ്ക്ക് ആദ്യം മേടിച്ച ഒരു ഡ്രസ്സാണ് 5 വർഷത്തിന് ശേഷം. അപ്പോൾ അത് എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ മോള് വിചാരിച്ചത് പപ്പ ഈ വർഷം പുതിയത് എന്തെങ്കിലും മേടിക്കാനായിട്ടുള്ള പ്ലാൻ ആയിരിക്കും, അതുകൊണ്ടായിരിക്കും പപ്പ അങ്ങനെ പറഞ്ഞ്. അധികം പ്രായമില്ലല്ലോ, ചിന്തിക്കാനുള്ള ഇതൊന്നും ഇല്ലാതിരുന്നു. അതുമല്ല, അങ്ങനെ ചിന്തിച്ചാണ് പറയുന്നതെന്നും ഗ്രഹിക്കാനുള്ള ഇതൊന്നും ആയിട്ടില്ലായിരുന്നു, പ്രായമൊന്നും ആയിട്ടില്ലായിരുന്നു. അപ്പോൾ പ്രിയ ദേവദാസൻ അന്ന് രാത്രിയിൽ അതെല്ലാം ഇങ്ങനെ പറഞ്ഞു. അതിനുശേഷമാണ് അന്ന് രാത്രിയിൽ കിടന്നുറങ്ങി. ഭയങ്കര ചൂടാണ്. ഇപ്പൊ തന്നെ 48 ഡിഗ്രി ചൂടിലാണ് നിൽക്കുന്നത്. ഇതുപോലെയൊക്കെയുള്ള ചൂടിന്റെ അനുഭവത്തിലൂടെ തണുപ്പിന്റെ നല്ല ഡ്രസ്സൊന്നും ഇല്ലാതിരുന്ന സമയത്തും ഞങ്ങള് നാഷണൽ മാർക്കറ്റ് എന്ന് പറയുന്നത് 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിലെ തുണികളാണ് ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ നാട്ടിൽ നിന്നൊക്കെ ഏതെങ്കിലും ദേവദാസന്മാരോ ദൈവമക്കളോ കൊടുത്തയക്കുന്ന തുണികളൊക്കെയാണ് ഞങ്ങൾ ഇവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ വാങ്ങിയ ഒരു ഡ്രസ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ പ്രിയ ദേവദാസൻ അന്ന് രാത്രി ഞങ്ങൾ പലരും പല സ്ഥലത്ത് എവിടെയൊക്കെ കിടന്നുറങ്ങി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തറയില് ചൂട് കൂടുന്ന സമയത്ത് തറയിൽ വെള്ളം ഒഴിച്ചങ്ങിടും. എന്നിട്ട് അതിന്റെ പുറത്ത് നല്ലൊരു കോട്ടന്റെ ഏതെങ്കിലും ഒരു ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് അതിലാണ് കിടക്കുന്നത്. അന്നും പല സ്ഥലങ്ങളിൽ പോയി എല്ലാരും കിടന്നു. പല സ്ഥലങ്ങളിലായിട്ട് ഇങ്ങനെ കിടന്നുകൊണ്ടിരുന്ന സമയത്ത് പ്രിയ ദേവദാസിന് വെളുപ്പിന് ഒരു 3 മണി ആയപ്പോൾ നെഞ്ചിന് വേദന അനുഭവപ്പെടുന്നു. അതുപോലെ തോന്നി. അതിന് മുൻപ് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോളട്ടെ. അതിന്റെ ലാസ്റ്റ് സൺഡേയില്, അതായത് 14-ാം തീയതിയാണ് മരിക്കുന്നത്. അതിന് 2-3-4 ദിവസം മുമ്പുള്ള സൺഡേയില് പ്രിയ ദേവദാസൻ 90-ാം സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ചു. വായിച്ച് അതിൽ നിന്നുള്ള മെസ്സേജുകൾ എല്ലാവർക്കും കൊടുത്തു. അന്ന് 10-30 പേരോളം ആരാധനയ്ക്കുണ്ടായിരുന്നു. അവർക്കെല്ലാവർക്കും ആഹാരം കൊടുക്കണമെന്ന് പറഞ്ഞ് എല്ലാവർക്കും ആഹാരം ഉണ്ടാക്കി കൊടുത്തു. തന്റെ കയ്യിൽ നിന്ന് പ്രിയ ദേവദാസൻ തന്നെ എല്ലാവർക്കും കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. അന്നേരം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ വെള്ളിയാഴ്ച ഇവിടെ വരണം, നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് കൂടണം എന്ന് പറഞ്ഞു. പക്ഷെ അവർ ഓർത്തിരുന്ന വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രയർ ആണല്ലോ എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്. അതിനുശേഷം ഞങ്ങൾക്ക് ആകെ 2 ഹിന്ദി ബൈബിൾ ഉണ്ടായിരുന്നു. അതും എടുത്ത് 2 ഗ്രാമക്കാർക്ക് എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവരുടെ സുവിശേഷം പറയണം. അപ്പോൾ ഞാൻ ദേവദാസിനോട് ചോദിച്ചു, ഈ ആകെ 2 ബൈബിളേ ഉള്ളൂ, അതെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് വായിക്കും, മറ്റുള്ളവർ എന്ത് വായിച്ച് കേൾപ്പിക്കും എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ദേവദാസൻ പറഞ്ഞു, അത് അവര് വായിച്ചു കേൾപ്പിച്ചോളും, നമുക്ക് ദൈവം പിന്നെ തരും എന്ന് പറഞ്ഞ് എന്നെ സ്വാതന്ത്ര്യ വാക്കുകളൊക്കെ പറയാൻ ഇടയായി തീർന്നു. അങ്ങനെ അതിന്റെ 3-4 ദിവസത്തിന് ശേഷമാണ് പ്രിയ ദേവദാസൻ ഈ 13-ാം തീയതി എന്ന് പറയുന്ന ദിവസം രാത്രി കിടന്ന വെളുപ്പിന് 3-3:30 ആയപ്പോൾ ദേവദാസിന്റെ നെഞ്ചിന്റെ വലതുഭാഗത്തായിട്ട് ചെറിയ വേദന പോലെ അനുഭവപ്പെട്ടു. ഞങ്ങൾ എല്ലാവരും വിളിച്ചെഴുന്നേൽപ്പിച്ചു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ച് അല്പം ആശ്വാസം തോന്നി. പ്രിയ ദേവദാസൻ ഇപ്രകാരം പറഞ്ഞു, എനിക്ക് അല്പം നാട്ടിൽ നമ്മൾ കഞ്ഞി വെച്ച് കുടിക്കുന്നത് പോലെ ഉപ്പിട്ട് കഞ്ഞി വെച്ച് തരാമോ എന്ന് ചോദിച്ചു. ഞങ്ങൾ അതെല്ലാം ഇവിടെ പച്ചരിയാണ് ഇവിടുത്തെ ആഹാരം. നമ്മൾ നാട്ടിലേക്ക് കിട്ടുന്നത് പോലെ അരിയൊന്നും ഇവിടെ കിട്ടാറില്ല. ഇപ്പോഴും പച്ചരിയാണ് ഇവിടുത്തെ മെയിനായിട്ട് ചോറായിട്ട് കഴിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് പെട്ടെന്ന് ഒരു കുക്കറിൽ അല്പം അരി എടുത്തിട്ട് വേവിച്ചു കഞ്ഞിയായിട്ട് തന്നെ പെട്ടെന്ന് ഞാൻ കൊണ്ട് കൊടുത്തു. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കുടിക്കുകയും ചെയ്തു. കുടിച്ചതിന് ശേഷമായി പ്രിയ ദേവദാസൻ ശ്രീയോൻ സഞ്ചാരി ഞാൻ യേശുവിൽ ചാരി ഞാൻ എന്നുള്ള പാട്ട് പാടി പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഞങ്ങളെ 4 പേരെയും പിന്നെ ദേവദാസൻ പോയി നല്ലൊരു പാന്റ് ഷർട്ടും എടുത്തിട്ടു മടങ്ങി വന്നു. ഞങ്ങളെ 4 പേരെയും തലയിൽ കൈവച്ച് ഇപ്രകാരം പ്രാർത്ഥിച്ചു. കുഞ്ഞുങ്ങളോട് പറഞ്ഞു, മരണ ശുശ്രൂഷയിൽ ആയിരിക്കുമ്പോൾ ഉള്ള വേദഭാഗങ്ങളൊക്കെ വായിച്ചു കേൾപ്പിക്കണം. അപ്പൊ
ഓരോ മക്കളോടും ഓരോരുത്തരോടായിട്ട് ഇന്നിന്ന ഭാഗങ്ങൾ എന്നെ വായിച്ചു കേൾപ്പിക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. ദൈവദാസൻ പറഞ്ഞ വാക്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾ ഓർമ്മ വെച്ച് വായിക്കുവാൻ ഇടയായി. അപ്പോൾ ലാസ്റ്റ് എന്റെ തലയിൽ കൈവച്ച് പ്രിയ ദൈവദാസൻ ഇപ്രകാരം പ്രാർത്ഥിച്ചു, അനാഥർക്കും വിധവയ്ക്കും ന്യായപാലനെ കർത്താവ് സകല സമൃദ്ധിയിൽ നിന്ന് അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഇടയാക്കി. അപ്പോൾ എന്റെ ഹൃദയത്തില് വലിയൊരു കത്തികുത്തി കേൾക്കുന്നത് പോലുള്ള അനുഭവമാണ് എനിക്ക് ഉണ്ടാകുവാൻ ഇടയായി തീർന്നത്. ഞാൻ ചോദിച്ചു, ദേവദാസൻ എന്തുകൊണ്ടാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്, പേടിച്ചിട്ടാണോ ഇതെല്ലാം പറയുന്നതെന്നെല്ലാം ചോദിച്ചു. ഇല്ല, അങ്ങനെയല്ല, എല്ലാ സമൃദ്ധിയും കർത്താവ് തരും, ഞാൻ ദൈവസേനയിലേക്ക് പോവുകയാണ് എന്ന് പറയുവാൻ ഇടയായി തീർന്നു. അന്യഭാഷയിൽ ആരാധിച്ച് ബെഡിൽ കയറി കിടന്നു. പിന്നീട് മറ്റു കാര്യങ്ങളൊന്നും സംസാരിക്കാനിടയായി തീർന്നിട്ടില്ല. എന്നാലും സ്വപ്നങ്ങൾ കണ്ട സമയത്തൊക്കെ എല്ലാ ദിവസവും പ്രിയ ദേവദാസൻ ഞങ്ങൾക്ക് വചനത്തിലൂടെ ഞങ്ങളെ ധൈര്യപ്പെടുത്തി ദേശത്ത് എങ്ങനെയാണ് കർത്താവിന്റെ വേല ചെയ്യേണ്ടതെല്ലാം പറയുവാൻ ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ദൈവമാണ് ഞങ്ങൾക്ക് ഉറപ്പും ധൈര്യവും പ്രത്യാശയെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയ ദേവദാസിനെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അന്ന് ഞങ്ങളുടെ ഉണ്ടായിരുന്നത് ആകെ 27 രൂപ മാത്രമുള്ളപ്പോഴാണ് പ്രിയ ദേവദാസിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി ട്രിപ്പ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് പ്രിയ ദേവദാസൻ എന്റെ കാര്യത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരുന്നു. എന്റെ കൈ വിട്ടിട്ടില്ല. ഏകദേശം ഒരു 7 മണി ആയപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കി. ദേവദാസൻ എന്റെ കാര്യത്തിൽ പിടിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ തന്റെ ശരീരത്തിൽ ജീവൻ വേർപെടുകയാണെന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഉഭയസംബന്ധം ചെയ്യുമ്പോൾ മരണത്താലല്ലാതെ വേർപിരിയത്തില്ല എന്ന വിവാഹ സമയത്ത് ഉഭയസംബന്ധം ചെയ്യുന്നത് പോലെ മരണം വരെ എന്റെ കരങ്ങളെ പിടിച്ചുകൊണ്ട് തന്റെ ഭക്തന്മാരുടെ മരണം ഉറക്കം പോലെ എത്രയെന്ന് പറയുന്നത് പോലെ അതെനിക്ക് അടുത്തൊന്ന് കാണുവാനും എല്ലാം ഇടയായി തീർന്നു. മറ്റൊന്നും സംസാരിച്ചിട്ടില്ല. തന്റെ ശരീരത്തിൽ ജീവൻ പൂർണ്ണമായി വേർപെടുന്നത് വരെ എന്റെ കരുത്തിൽ നിന്ന് വിട്ടിട്ടില്ല. പിന്നെ സ്വയമായി എപ്പോഴാണ് ശരീരത്തിന്റെ ആ ശക്തിയെല്ലാം തീർന്നത് അതുവരെ എന്റെ കരുത്തിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദൈവം ഡെഡ് ബോഡി ഞങ്ങള് മരിച്ചു എന്നുള്ളത് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എന്റെ കൂട്ടത്തിലുള്ള എന്നോട് പറഞ്ഞത്, പ്രിയ വിദാസി, നമുക്ക് ഡൽഹിയിൽ ഒരു ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം, അപ്പൊ മരിച്ചെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഓർത്ത് ട്രിപ്പ് കൊടുത്തിരുന്ന മയങ്ങി കിടക്കുകയാണെന്നാണ്. പക്ഷെ പിന്നീടാണ് എന്റെ കയ്യിൽ നിന്ന് ആ കൈവിട്ട ഭാവവും ഞാൻ ഓരോ ഭാവം ഇങ്ങനെ ചിന്തിച്ച സമയത്താണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത് പ്രിയദാസൻ ആ സമയത്ത് മരിച്ചു പോയിരുന്നു എന്ന്. ശരീരത്തിൽ ജീവൻ വേർപെട്ടു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. എന്നെ വീട്ടിലോട്ട് പോയി നിങ്ങളുടെ ഡ്രസ്സ് എല്ലാം എടുത്തു വെച്ചോ എന്ന് പറഞ്ഞ് എന്നെയും കുഞ്ഞുങ്ങളെയും വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇവരെന്നിട്ട് ഇവിടെ മരിച്ചു ഡൽഹിയിലേക്ക് ഡെഡ് ബോഡിയുമായി കൊണ്ടുയെല്ലാം പറഞ്ഞു. നാട്ടിലേക്ക് കൊണ്ടുവരാൻ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ഇവിടെ ഞങ്ങൾ ഡൽഹിയിലേക്ക് പോയത്. ഒരു രാത്രി മുഴുവൻ യാത്ര ചെയ്തെങ്കിലേ ഞങ്ങൾ ഡൽഹി വരെ എത്തുള്ളൂ. അപ്പോൾ പിന്നെ മരിച്ചു എല്ലാ കാര്യം ഡോക്ടറുണ്ടായ സർട്ടിഫിക്കറ്റുകളെല്ലാം ശരിയാക്കി വീട്ടിലേക്ക് ഡെഡ് ബോഡി കൊണ്ടുവന്നു. വെച്ചപ്പോൾ വലിയ ഒച്ചയിൽ ഞങ്ങളിന്ന് കരയൊക്കെ ചെയ്തപ്പോൾ ഒരു പ്രിയ ആന്റി എന്നോട് ഇപ്രകാരം ഒന്ന് പറയുവാൻ ഇടയായി തീർന്നു. നമ്മൾ മറ്റുള്ളവരെ വചനത്തിൽ പഠിപ്പിക്കുകയും വചനത്തിൽ ഉറപ്പിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഇങ്ങനെ കരയാൻ പാടില്ല, പാസ്റ്റർ മരിച്ചിട്ടില്ല, പാസ്റ്റർ ഉറങ്ങുകയാണെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഡെഡ് ബോഡിയുമായി ആ സമയത്ത് എന്റെ കുഞ്ഞിന് ഇളയ മോന് 8-9 വയസ്സ് പ്രായമേ ഉള്ളൂ. അവനെയും കൊണ്ട് ദൈവത്തിന്റെ ദേവദാസന്മാരെല്ലാം പ്രാർത്ഥിച്ച് ഞങ്ങൾ ഡെഡ് ബോഡിയുമായി ഡൽഹിയിലേക്ക് പോകുന്ന വഴിക്ക് ഞാൻ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ആംബുലൻസിൽ ഇരുന്നുകൊണ്ട് ഇപ്രകാരം ഞാൻ ചിന്തിപ്പാൻ ഇടയായി തീർന്നിട്ട് കുഞ്ഞുങ്ങൾ തീരെ ചെറുതാണ്, നാട്ടിൽ പോയിട്ട് അവരെന്നെ തിരിച്ചു വിടുമോ എന്നുള്ള ഒരു ഭയം എനിക്കുണ്ടായിരുന്നു. ദേവദാസൻ മരിക്കുന്നതിന് മുമ്പ് ഇപ്രകാരം പറയാനിടയായി തീർന്നു. ഞാൻ മരിച്ചു കിടക്കുമ്പോൾ എന്റെ തലച്ചോട്ടിൽ നിന്ന് ദൈവവചനം പ്രസംഗിക്കണമെന്ന് പറയുവാൻ ഇടയായി തീർന്നു.
അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ചിന്തിച്ച് ഇതെല്ലാം ചെയ്യാൻ പറ്റും, പക്ഷെ അവരെന്നെ തിരിച്ചു വിടുമോ എന്നുള്ളൊരു ആശങ്ക എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ എന്തായാലും വിശ്വാസത്താൽ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എന്റെ കുഞ്ഞുങ്ങളെ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്താണെങ്കിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരുടെ വിദ്യാഭ്യാസം മുടക്കരുത്, പിതാവില്ല എന്നുള്ള കാരണത്താൽ അവരുടെ വിദ്യാഭ്യാസം മുടങ്ങിപ്പോയി എന്നൊരിക്കലും കുഞ്ഞുങ്ങൾ നാളെ ഒരു സമയത്ത് ഉള്ള ചിന്തയിലും മനോഭാരത്തിലും ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇപ്രകാരം സംസാരിപ്പാൻ ഇടയായി തീർന്നു. തലത്തേക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്ന ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരല്ല. ഹല്ലേലൂയ എന്ന് ആ ഒരു വചനം എന്നെ ധൈര്യപ്പെടുത്തുവാനിടയായി തീർന്നു. ഞാൻ 3 ദിവസത്തെ ട്രെയിൻ യാത്രയിലും എന്നോട് ദൈവത്തിന്റെ ആത്മാവ് ഈ ഒരു വാക്യം മാത്രമാണ് സംസാരിക്കാനിടയായി തീർന്നു. കാലത്തേക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നമ്മളെ ആ വചനത്തിലൂടെ ഒരു ദൈവമാണ് നമ്മോടൊപ്പം ഉള്ളത് എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ നാട്ടിൽ ഡെഡ് ബോഡിയുമായി അവിടെ കടന്നുപോയി സുരക്ഷകളെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ നാട്ടിൽ നിന്ന് 10-15 ദിവസത്തിന് ശേഷം വീണ്ടും മടങ്ങി വരുവാനിടയായി തീർന്നു. ഞാനിവിടെ കടന്നു വരാൻ വേണ്ടി ഞങ്ങളുടെ സഭയിലുള്ള ദൈവമക്കൾ 3 ദിവസം ഉപസിച്ച് പ്രാർത്ഥിപ്പാനിടയായി തീർന്നു. ഇവിടെ കടന്നു വന്നു. ഇതുവരെയും കർത്താവ് ഞങ്ങളെ നിലനിർത്തി. എന്നാൽ ഇതിനിടയ്ക്കെല്ലാം എനിക്ക് എന്റെ ഒരു കാലിന് ആക്സിഡന്റ് ഉണ്ടായി, അസ്ഥിയിൽ നിന്ന് മാംസം വിട്ടുപോയി. ട്രെയിനിൽ യാത്ര ചെയ്ത സമയത്ത് എന്റെ പെരുവിരലില് സൈഡ് സീറ്റിലെ ചില്ല് പെരുവിരലിന്റെ ഈ അസ്ഥിയില് ഇതെല്ലാം നുറുങ്ങി പോകാൻ ഇടയായി തീർന്നു. 3 ദിവസം അങ്ങനെ ഒരു തോർത്തിന്റെ കഷ്ണം വെച്ച് കെട്ടി. അതോടൊപ്പം തന്നെ ഞാൻ തനിച്ചാണ് ഇവിടുന്ന് നാട്ടിലേക്ക് പോയത്. പോകുന്ന വഴിക്ക് കയറി 1 മണിക്കൂർ കഴിഞ്ഞപ്പോ തന്നെ എന്റെ കയ്യിലേക്ക് ചില്ല് വന്ന് വീണ് കൈയുടെ അസ്ഥി നുറുങ്ങി പോകാൻ ഇടയായി തീർന്നു. ഞാൻ പേസ്റ്റ് വെച്ച് കെട്ടിക്കൊണ്ട് നാട്ടിൽ ചെന്നു. ഇത് വന്ന് എങ്ങനെയാ വീണേ? ചില്ല് എങ്ങനെയാ വീണേ? ഹലോ, ചില്ല് എങ്ങനെയാ വീണേ? അത് ഇവിടുന്ന് ഇറങ്ങി ആദ്യത്തെ ഞാൻ കയറുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിയവര് അതിന്റെ ചില്ല് പിന്നെ സൈഡില് ജനലുണ്ടല്ലോ, ജനലിന്റെ ചില്ല് അത് അവര് ലോക്ക് ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ കയറിയപ്പോഴത്തേക്ക് അതിങ്ങനെ വണ്ടി എന്തോ ഒന്ന് കുലുങ്ങിയപ്പോഴത്തേക്ക് അത് അടിച്ചു വന്നു വീണു. ഞാനിങ്ങനെ പിടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ വീണു, അത് പൊട്ടി. 3-ാം ദിവസം നാട്ടിൽ വന്ന് എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് നിങ്ങൾ എങ്ങനെയാണ് ഇത്രയും ദിവസം ഇങ്ങനെ യാത്ര ചെയ്ത് വന്നത് എന്ന് അസ്ഥി മൊത്തം നുറുങ്ങി അകത്തിരിക്കുകയായിരുന്നു. എന്നാല് അതിനുശേഷമായി പിന്നൊരിക്കലും ഒരു പ്രാവശ്യം വീണു, എന്റെ വാര്യസ്ഥി പൊട്ടി. ഇപ്പോഴും അത് ഇതായിട്ടില്ല. ഒരു പ്രാവശ്യം വീണു, ഗ്രാമത്തിൽ പോയ സമയത്ത് മോട്ടോർ സൈക്കിളിൽ നിന്ന് വീണു. നടുവിന്റെ ഡിസ്കിന്റെ 4-ന്റെയും 5-ന്റെയും അവിടെ ഇങ്ങനെ ഒരു വിരലിറങ്ങി പോകുന്ന രീതിയിലുള്ള ഇതൊക്കെ പലവിധമായ ആപത്തുകൾ, അനർത്ഥങ്ങൾ, രോഗങ്ങളൊക്കെ ഞാൻ തനിച്ചായിരുന്ന സമയത്തൊക്കെ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കർത്താവ് ഇത്രത്തോളം നിലനിർത്തി എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് പറഞ്ഞത്. ഞാൻ നാട്ടിൽ നിന്ന് മടങ്ങി വന്നു. ഞങ്ങൾ ഒരു ദിവസം ഗ്രാമത്തിൽ ഇവിടെ എനിക്ക് കുറെ വിശ്വാസികളെയൊക്കെ ദൈവം തന്നു. അവര് എല്ലാവരും ഒന്നിച്ചിങ്ങനെ ആയിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ മുസ്ലിമിന്റെ വീട്ടിലാണ് ഞങ്ങൾ ആരാധിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെ ശബ്ദം കൂടുതലാണെന്നും പറഞ്ഞുകൊണ്ട് അവർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ റൂം കാലിയാക്കി തരണം. അതുകൊണ്ട് ഞാൻ എങ്ങോട്ട് പോകുമെന്നെല്ലാം ചിന്തിച്ച് ഭാരപ്പെട്ട സമയത്ത് കർത്താവ് ഞങ്ങൾക്ക് വേറൊരു വീടിലേക്ക് മാറേണ്ടതായിട്ട് വന്നു. അങ്ങനെ എവിടെ ആരാധിക്കും? ആ വീടെന്ന് പറഞ്ഞാൽ ഹിന്ദുവിന്റെ വീടാണ്. അവിടെ ഒരിക്കലും നമുക്ക് ആരാധിക്കാനായിട്ട് ഒരു അവസരം തരത്തില്ല. ഒത്തിരി പാടാനോ പ്രാർത്ഥിക്കാനൊന്നും അവർ അവസരം തരാത്ത ഒരു വീടാണ് ഞങ്ങൾക്ക് ലഭിക്കാനിടയായി തീർന്നത്. എന്നാൽ ദൈവത്തിന്റെ കരുണ എന്ന് പറയാം, തിരുവനന്തപുരത്തുള്ള ഒരു ദേവദാസൻ ഇവിടെ ഒരു അല്പ വസ്തു വാങ്ങിയിട്ടിട്ടുണ്ട്. നിവൃത്തിയില്ലാതെ വന്ന സമയത്തൊക്കെ നിവൃത്തിയില്ലാതിരുന്ന സമയത്ത് ഞങ്ങൾ ആ ദേവദാസനുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ഒരു ദേവദാസിന് ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ട്, ഞങ്ങൾക്ക് ശിവനെ ആരാധിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അവിടെ ഞങ്ങൾ ഒരു ഷെഡ് പോലെ കെട്ടിക്കൊണ്ടാണെങ്കിൽ ഞങ്ങളോട് ആരാധിച്ചോട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രിയ ദേവദാസൻ അത് ചെയ്തോളാൻ പറഞ്ഞ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യുവാൻ ഇടയായി തീർന്നു. അവിടെ നമ്മുടെ പേരിലല്ലെങ്കിലും നമുക്ക് സ്വാതന്ത്ര്യത്തോടെ താമസിക്കുവാനും ആരാധിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം കർത്താവ് ഞങ്ങൾക്ക് ഒരുക്കി തന്നു. അതോടൊപ്പം തന്നെ എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എന്തായി തീരുമെന്ന് ഓർത്ത് ഭാരപ്പെട്ടിരുന്ന സമയത്ത്
എന്റെ 2 ആൺമക്കളെ പഠിപ്പിക്കുവാനായിട്ട് ഒരു ആ, ഷാർജയിൽ നിന്നുള്ള, ഇന്ന് വരെ ഞാൻ അവരെ കണ്ടിട്ടില്ല, ഷാർജയിൽ നിന്നുള്ള 2 ദേവദാസന്മാര് 4 വർഷം ഞാൻ ഞങ്ങളുടെ ആൺകുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനുള്ള ഒരു ഹെൽപ്പ് ചെയ്യാനിടയായി തീർന്നു. പക്ഷെ അവര് സ്കൂളിന്റെ ഫീസൊക്കെ ചെയ്യുമായിരുന്നു. അത് നമുക്ക് പിന്നെ നമ്മൾ അവധിക്കാലത്ത് ചെന്നൈയിലാണ് 2 വർഷം പഠിച്ചത്. അവിടുന്ന് വീണ്ടും തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ വളരെ ചെലവാണ്. എല്ലാ 10 ദിവസത്തെ അവധിക്കും നമ്മൾ ഇവിടെ കൊണ്ടുവരേണ്ടതായിട്ട് വരും, നമ്മൾ ഇവിടുന്ന് പോകേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ള ചെലവുകളൊക്കെ കൂടിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്കതൊന്നും താങ്ങാനാകാതെ വന്നു. അതിനുശേഷം ആ 2 വർഷത്തിന് ശേഷമായി നാട്ടിൽ 2 വർഷം കുഞ്ഞുങ്ങൾ പഠിക്കാനുണ്ട്. അന്നേരം ഒരു ദേവദാസൻ, ഞാൻ ഇന്നുവരെ ഈ 2 പേരെയും കണ്ടിട്ടില്ല. അങ്ങനെ ദൈവത്തിന്റെ ഒരു അത്ഭുത പ്രവൃത്തി കാണുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. ആ, മോളെ ഞാൻ ആദ്യം കൂട്ടി വിട്ടിരുന്നില്ല. അങ്ങനെ എന്റെ മോൾ എന്റെ കൂട്ടത്തിൽ നിന്ന് പഠിച്ചു. അപ്പോൾ തന്നെ ഞാൻ ഒരു എന്റെ 3 കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം ഞാൻ ഏതെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് കൊടുക്കാമെന്നുള്ള ഒരു തീരുമാനത്തിൽ ഒരു 4 പെൺകുഞ്ഞുങ്ങളെ എന്റെ കൂട്ടത്തിൽ നിർത്തി പഠിപ്പിക്കുവാൻ ഇടയായി തീർന്നു. ഞാന് വൈകുന്നേരം മാത്രമേ ആഹാരം കഴിക്കുകയുള്ളായിരുന്നു. അങ്ങനെ ആ കുഞ്ഞുങ്ങളെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് അവരുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും ഇവിടെ വന്ന് സ്കൂളിൽ വിദ്യാഭ്യാസവും ഒക്കെ കൊടുത്ത് അവര് ഒട്ടും സാമ്പത്തിക ശേഷിയൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവ്, എന്റെ 2 കുഞ്ഞുങ്ങള് വെളിയിൽ നിന്ന് പഠിക്കുന്നു, എന്റെ 2 നേരത്തെ ആഹാരം കൂടി കൂട്ടി ഞാൻ 4 പേർക്ക് കൊടുക്കാം. അങ്ങനെ ഒരു തീരുമാനത്തില് ഞാൻ 4 കുഞ്ഞുങ്ങളെയും എന്റെ കൂട്ടത്തിൽ തന്നെ നിർത്തി എന്റെ മക്കളെക്കാൾ നല്ല രീതിയിൽ അവരെ നല്ലൊരു സ്കൂളിലൊക്കെ ചേർത്ത് പഠിപ്പിക്കുവാനുള്ള അവസരങ്ങളെ കർത്താവ് ഞങ്ങൾക്ക് തരുവാനിടയായി തീർന്നു. എന്നാൽ ഇപ്പോൾ ആ കുഞ്ഞുങ്ങളില് 3 പേരുടെ വിവാഹം കഴിഞ്ഞു. അല്ലാതെ ഒരാളുടെ വിവാഹത്തിന് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ്. ദൈവം ആ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാൻ ഇടയായി തീർന്നു. എന്റെ കുഞ്ഞുങ്ങൾ വീണ്ടും ഉള്ള വിദ്യാഭ്യാസത്തിൽ അവർക്ക് കംപ്ലീറ്റ് ചെയ്യുവാനൊന്നും കഴിഞ്ഞിട്ടില്ല. എങ്ങനെയൊക്കെയോ പഠിച്ചു എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനായിട്ടുള്ളൂ. കർത്താവ് അവരെ നിലനിർത്തുന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. അങ്ങനെ മറ്റ് വിദ്യാഭ്യാസ സംബന്ധമായ മറ്റ് സപ്പോർട്ടുകളൊന്നും ഇല്ലായിരുന്നു. മോള് അവളുടെ +2 കഴിഞ്ഞപ്പോഴത്തേക്ക് അവള് നാട്ടിലൊരു ബൈബിൾ കോളേജ് വിട്ട് പഠിപ്പിച്ചു. അവളുടെ വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ ദൈവം അവൾക്ക് ഒരു വിവാഹം വന്നു. വിവാഹത്തിന് ഞാൻ ഡേറ്റ് കൊടുക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ 240 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, ദൈവമല്ലാതെ എനിക്ക് വഴികളെ തുറക്കാൻ മറ്റാരുമില്ല, ആരോടും ചെന്ന് കൈ നീട്ടുവാൻ ഇടയാകാത്ത നിലയിൽ കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞ് ചില ദിവസങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, എന്റെ കുഞ്ഞിന്റെ വിവാഹം ഉറപ്പിക്കുന്നത്, എൻഗേജ്മെന്റ് ഡേറ്റ് തീരുമാനിച്ചു. ചെറുക്കന്റെ വീട് കാണാൻ പോകുന്നതിന് മുൻപ് ഞാൻ വീട് വിട്ട് ഇറങ്ങി പോകാൻ ഞാൻ അവർക്ക് വാക്ക് കൊടുത്തു, എൻഗേജ്മെന്റിന് ഞാൻ എത്ര രൂപ തന്നുകൊള്ളാമെന്ന്. പക്ഷെ എന്റെ അന്നേരം ഒന്നും പൈസ ആയിട്ടില്ലായിരുന്നു. ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, ഞാൻ നിന്റെ നാമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു. അവിടെ കിട്ടിയ പൈസകളെല്ലാം ഞാൻ അവിടുത്തെ വേലയ്ക്കായിട്ടല്ലാതെ ഞാൻ എന്റെ ബാങ്ക് ഡിപ്പോസിറ്റ് ആയിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ദൈവം അങ്ങയുടെ നാമത്തിന് വേണ്ടി മാത്രമാണ്, എന്റെ നിശ്ചയം സ്വർഗത്തിലല്ലാതെ ഒന്നുമില്ല. അതുകൊണ്ട് കർത്താവ് എനിക്ക് വേണ്ടി ക്രമീകരണം ചെയ്തു തരണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു ദിവസം രാത്രിയിൽ ഞാനിങ്ങനെ എനിക്ക് ഉറക്കമില്ലാതെ ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ടും നടന്നു. കർത്താവ് എന്ത് ചെയ്യണം, മറ്റുള്ളവരോട് തലകുലിക്കേണ്ടതായി വരുമോ, ഞാൻ അവരുടെ വാക്ക് പറഞ്ഞു പോയല്ലോ എന്നെല്ലാം ഓർത്ത് വളരെ ഭാരപ്പെട്ടിരുന്ന സമയത്ത് 1-2 പേർ എന്നെ വിളിച്ചിട്ട്, ഞാൻ വിചാരിച്ചത് അന്ന് വീട് വിട്ട് മാറിപ്പോകാമെന്നാണ് തീരുമാനിച്ചത്. പക്ഷെ ദൈവം എന്നെ കൈവിട്ടില്ല. ഹല്ലേലൂയ. ദൈവം നമ്മെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ദേവദാസൻ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചതുപോലെ വചനം അനാഥർക്കും വിധവയ്ക്കും ന്യായപാലനെ കർത്താവ് സകല സമൃദ്ധിയും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ആ വാക്തത്വം, ആ വചനം എന്റെ ജീവിതത്തിൽ ഒന്നുകൂടി എനിക്ക് അനുഭവിച്ചറിയുവാൻ ഇടയായി തീർന്നു. ഞാൻ ചില പ്രിയപ്പെട്ടവരൊക്കെ എന്നെ വിളിച്ച് മോളുടെ വിവാഹത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ കൊടുക്കാൻ താല്പര്യപ്പെടുന്നത് എന്തെല്ലാം ചോദിച്ച് എന്റെ കുഞ്ഞിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെയും ചിലരാൽ ക്രമീകരിക്കപ്പെടുവാൻ ഇടയായി തീർന്നു. എന്നവർ 6 വർഷത്തോളമായി ആഗ്രഹിക്കടുത്ത് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവം ഇതുവരെ ഞങ്ങളെ നടത്തി. ഹല്ലേലൂയ. അവർക്ക് അത് ഇവർക്കൊരു കുറവെന്ന് പറയുന്നത്, ഇതുവരെ അവർക്കൊരു തലമുറയില്ല. ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. എന്നാൽ ഈ സമയങ്ങളിലൊക്കെ ദൈവം ഞങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ എന്ന് പറയട്ടെ. ഞാന് ചില ഗ്രാമങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഞാനിവിടെ ചെയ്തത്.
കാരണം ചില ഗ്രാമങ്ങൾ 20 കിലോമീറ്റർ ദൂരെയൊക്കെയാണ്, 20 കിലോമീറ്റർ ദൂരെ. ചില ഗ്രാമങ്ങൾ 15 കിലോമീറ്റർ ദൂരെ, ചിലത് 40 കിലോമീറ്റർ ദൂരെ. അപ്പോൾ ഞാനിങ്ങനെ രാവിലെ ഇവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് ബസ് ഉള്ളതിനാണെങ്കിൽ ബസ്സിന് അങ്ങ് പോകും. തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സമയത്ത് ബസ് കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ ഞാൻ അവിടെ ഏതെങ്കിലും ഒരു കടയുടെ സൈഡിൽ നിന്നിട്ട് അവരുമായിട്ടൊക്കെ സംസാരിച്ച് ട്രാക്ട് കൊടുക്കും. ട്രാക്ട് കൊടുത്തതിന് ശേഷമായിട്ട് അവരുമായിട്ട് ഒരു നല്ലൊരു ലോകത്തിലൊക്കെ ആയതിനു ശേഷം ഞാൻ പറയാം എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകാനാണ്, എനിക്ക് ഏതെങ്കിലും ഒരു വണ്ടി നിങ്ങൾക്ക് പരിചയമുള്ളതിൽ ഒരു വണ്ടി വിടുവാണെങ്കിൽ അതിനടുത്തൊന്ന് എടുക്കാൻ പറയാമോ എന്ന് ചോദിക്കും. അപ്പോ അത് അത്രയും പറഞ്ഞ് അവരുമായിട്ട് ലോകിയാകുമ്പോഴത്തേക്ക് അവർക്ക് ഞാൻ പറയും ഇത് യേശുവിന്റെ വചനമാണ് എന്നും പറഞ്ഞ ഒരു ട്രാക്ട് അങ്ങ് കൊടുക്കും. അപ്പൊ അവരേതെങ്കിലും ഒരു വണ്ടി ട്രക്ക്, അതായത് വലിയ നമ്മുടെ നാട്ടിലെ ഈ ലോഡ് അടിക്കുന്ന ട്രക്ക് ഒക്കെ ഉണ്ടല്ലോ, ട്രക്ക്, അതില് അങ്ങനെ വരുന്ന വണ്ടിയില് ഒക്കെ ഞാൻ കയറി ഗ്രാമങ്ങളിൽ പോയിട്ടുണ്ട്. അതൊന്നും കാരണം നമുക്ക് വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ്. ഒരാളോടെങ്കിലും ഒരു സുവിശേഷം പറയുമ്പോൾ കർത്താവ് അവരുടെ ജീവൻ സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് ഒരു വഴിയാകുമല്ലോ. നമ്മുടെ ഉദാസീനത നിമിത്തമായി അത് നമ്മൾ ചിലപ്പോൾ ഓർക്കും ആ വണ്ടിയിൽ നിന്ന് പോയില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ മരണത്തിലേക്ക് പോകുന്ന ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നവർക്ക് നമ്മുടെ ഒരു നാം കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മെ കണ്ടുമുട്ടുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ ആശ്വാസമായി തീരുമെന്ന് എനിക്ക് ഇവിടുത്തെ കർത്താവിന്റെ വേലയിൽ ഇവിടുത്തെ ഈ പ്രദേശങ്ങളിലുള്ളവരുടെ അനേകം അനുഭവങ്ങളെ കുറിച്ച് കേൾക്കുവാനും മനസ്സിലാക്കുവാനും എല്ലാം ഇടയായി തീർന്നിട്ടുണ്ട്. എന്നാൽ ദൈവം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ ചെയ്യുന്ന അനുഭവങ്ങള് എന്ന് പറയുന്നത്, ഞാൻ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നമുക്കെല്ലാം നാം മറ്റുള്ളവരെ സ്നേഹിക്കണം, പിന്നെ സകലവും സഹിക്കണം, സകലവും ക്ഷമിക്കണം, സകലവും വഹിക്കണം. ഈ 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം ഉൾക്കൊള്ളുവാനായിട്ട് കഴിയുള്ളൂ. കാരണം ഇപ്പൊ നമ്മളൊരു 10 പേരെ കണ്ടു കഴിഞ്ഞാൽ 10 പേരുടെ സ്വഭാവം 10 രീതിയിലാണ്. അതുകൊണ്ട് നമ്മൾ അതെല്ലാം സഹിക്കണം. പിന്നെ അവർ പറയുന്നതിനെല്ലാം ക്ഷമിക്കാനുള്ള ഒരു മനസ്സുണ്ടായിരിക്കണം. അതാണ് യേശു നമ്മെ പഠിപ്പിച്ചത്. പിന്നെ ഇതെല്ലാം വഹിക്കണം. ഇവരെല്ലാം ഉൾക്കൊണ്ടു പോകുവാനായിട്ടുള്ള ഒരു മനസ്സും ഇല്ലെങ്കിൽ നമുക്ക് കർത്താവിന്റെ വേല ഒരിക്കലും ചെയ്യുവാനായിട്ട് കഴിയുകയില്ല. എന്റെ ജീവിതാനുഭവത്തിൽ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞത്. എന്നാൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, എന്റെ ജീവിതത്തില് മറ്റൊരു അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങളിവിടെ തിരുവനന്തപുരത്തുള്ള ദേവദാസന്റെ സ്ഥലത്താണ് ഞങ്ങള് പ്ലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു കെട്ടി 6 തൂണ് ഇങ്ങനെ 4 സൈഡിലായിട്ട് 6 തൂണ് വലിച്ചു കെട്ടിയിട്ടുണ്ട്. അപ്പോൾ വലിയ പ്ലാസ്റ്റിക് മേടിച്ച് കെട്ടി 4 സൈഡിലും കയറ് കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചു കെട്ടി താഴോട്ട് വലിച്ചു കെട്ടിയിട്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. അങ്ങനെ ഒരിക്കലും ഞങ്ങൾ ആരാധിക്കാനായിട്ട് ഞാൻ ചെന്ന സമയത്ത് കുഞ്ഞുങ്ങൾ വന്നാണ് അത് വലിച്ചു കെട്ടും. ഞങ്ങൾ ആരാധിക്കാൻ ചെല്ലുന്നതിന് മുമ്പ് അതിന്റെ സൺഡേ സ്കൂൾ കുട്ടികൾ വരും. അപ്പോൾ അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഇവരാരും കെട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ ദേഷ്യപ്പെട്ടു. ഞാൻ പിള്ളേരോട് പറഞ്ഞു, ഇത്രയും സമയം എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നുകൊണ്ട് എനിക്ക് അവരെയും കൂട്ടി വേണം ആരാധന സ്ഥലത്തേക്ക് ചെല്ലാൻ. അപ്പോൾ പറഞ്ഞു, പിന്നെ നിങ്ങൾ എന്താണ് ഇനി കെട്ടാതിരുന്നത്? അപ്പോൾ 3 ബൈക്കില് ആൾക്കാർ 9 പേര് വന്ന് നിൽക്കുകയാണ് ഞങ്ങളെ തല്ലാനും അടിക്കാനും വെട്ടാനും ഒക്കെ. അപ്പോൾ അവരെ കണ്ടുകൊണ്ടാണ് ഇത് കെട്ടാതിരുന്നത്. അപ്പൊ എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഒരു ചിന്തയിലാണ് കുഞ്ഞുങ്ങൾ കെട്ടാതിരുന്നത്. അപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞു, ചെറുപ്പക്കാര് പിള്ളേരാണ്. ഞാൻ പറഞ്ഞില്ല നമുക്ക് കെട്ടാം എന്ന് പറഞ്ഞു. എന്റെ മനസ്സിലെ ചിന്ത എന്താ, 9 പേരും കൂടെ വന്നിട്ടുണ്ട് എന്നുള്ളൊരു ചിന്തയിലാണ്. പുതിയ വിശ്വാസികളായിരിക്കും എന്നാണ് എന്റെ മനസ്സിൽ ധാരണ. പക്ഷേ അവര് നമ്മളെ അങ്ങനെ ഉപദ്രവിക്കാനായിട്ടാണ് അവര് വന്നത്. അവര് വന്നപ്പോ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സൈഡിൽ പിടിച്ച് ഞാനും വലിച്ചു കെട്ടാന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാരും കൂടെ വലിച്ചു കെട്ടിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇവര് വന്ന് വീഡിയോ ഒക്കെ എടുത്തു. അപ്പോഴും ഏറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു, ഇവര് നമ്മളെ ആരാധിക്കാൻ വന്ന പാർട്ടികളല്ല, നമ്മളെ ഉപദ്രവിക്കാൻ വന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ചർച്ചിലുള്ള ഒരു സഹോദരൻ 1-2 പേരെ ഫോൺ ചെയ്ത് പറഞ്ഞു. പിന്നെ ഇവിടുത്തെ ദേവദാസിന്റെ ഒരു കൂട്ടുകാരനും BJP-കാരനാണ്, അദ്ദേഹത്തെ വിളിച്ചും ഞങ്ങള് കോണ്ടാക്ട് ചെയ്ത് കണ്ടപ്പോഴത്തേക്ക് ഇവര് വിട്ടു പോകാൻ ഇടയാക്കി. പക്ഷെ റോഡിൽ ഇറങ്ങിയിട്ട് നമ്മള് ആരാധിക്കുന്ന സ്ഥലവും റോഡുമായിട്ട് വെറും 60 അടി ദൂരം മാത്രമേ ഉള്ളൂ. അവിടെ ചെന്ന് ഇവര് റോഡിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പറഞ്ഞു, നാട്ടിൽ നിന്ന് ഒരു കറുത്ത ഒരു ലേഡി വന്നിട്ടുണ്ട്, അവൾ ഇവിടെ വന്നിട്ടെല്ലാം മതപരിവർത്തനം ചെയ്യുകയാണ്, അവളെ നമുക്ക് വെട്ടിക്കൊല്ലണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവര് പറയുന്ന ഭാഷകളൊക്കെ പിന്നെ നമുക്ക് പറയാൻ പറ്റാത്തതും ചിന്തിക്കാൻ പറ്റാത്തതുമായ വാക്കുകളാണ്. അതുകൊണ്ട് നമ്മളത് ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്നോട് ഒരു സഹോദരി വന്നിട്ട് പറഞ്ഞു, ദീദി ഒരു കാര്യം ചെയ്യും, നമുക്ക് പിന്നെ
അവരോടൊന്ന് എതിർത്ത് പറയണ്ട, നമുക്കങ്ങ് മാറി നിൽക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, അവരിപ്പം എന്താ അവർ ചെയ്യുന്നത്, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ പോലും ഒന്നി ടി വിയിൽ വരും, അല്ല ടി വിയിലല്ല, അവർ എന്തെങ്കിലും പോസ്റ്റർ ഒട്ടിക്കോ അല്ലെങ്കിൽ നമ്മളെ സ്റ്റേഷനിൽ കൊണ്ടോ, അതിൽ കൂടുതലൊന്നും അവർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ കൊല്ലുവാണെങ്കിൽ കൊല്ലട്ടെ, നമ്മൾ പെട്ടെന്ന് ദൈവസന്നിധി ചെല്ലും. അപ്പൊ അവര് ഞാൻ ധൈര്യപ്പെട്ടു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം, ആർക്കെങ്കിലും ഇന്നിവിടെ ഇരിക്കാൻ മനസ്സുണ്ടെങ്കിൽ ഇരിക്കുക, ബാക്കി അല്ലാത്തവരെല്ലാം പൊക്കോളാൻ പറഞ്ഞു. ഞാൻ പിടിക്കുവാണെങ്കിൽ എന്നെ പിടിച്ചോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നേരം സഹോദരിമാരും സഹോദരന്മാരെല്ലാം പറഞ്ഞു, രീതി അങ്ങനെ ഒരിക്കലും പറയും, നിങ്ങളെ ഒരിക്കലും ഞങ്ങൾ വിടത്തില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരിൽ നിന്ന് ഒരാൾ തന്നെ വന്നിട്ട് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇവിടെ എന്താ സംഭവിക്കുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ 10 മിനിറ്റ് വന്ന് കേൾക്കുക, കേട്ടതിന് ശേഷം ഞങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ആവർത്തിക്കാം, ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം, അതിന് ഞാൻ മനസ്സാന്ന് പറഞ്ഞു. അപ്പോൾ അവനിങ്ങനെ വന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു 10 മിനിറ്റ് ആരാധനയ്ക്ക് പങ്കെടുത്തു. അവൻ എന്നിട്ട് ഞങ്ങളെ പിന്നെ വീണ്ടും തിരിച്ചു വിളിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു, നിങ്ങളിവിടെ തെറ്റായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല, പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പറഞ്ഞത്. പക്ഷെ അവന്റെ കയ്യിൽ ചെറിയ റിവോൾവർ ഉണ്ടായിരുന്നു. അവൻ ആരെയോ കൊന്നിട്ട് വെടിവെച്ചതിന് ശേഷം അവന്റെ ഷർട്ടിലെല്ലാം രക്തത്തുള്ളികളൊക്കെ ഉണ്ടായിരുന്നു. നമ്മളതൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു. അന്നേരം എന്നോട് പറഞ്ഞു, ആന്റി ഒരു കാര്യം ചെയ്യാം, രാത്രി 12 മണിക്കാണെങ്കിലും എന്നെ വിളിച്ചാൽ മതി. ഒരു ഗുണ്ടയായിരുന്നു അവൻ. അവന് കാശ് കൊടുത്ത് നിർത്തിയിരിക്കുന്ന അവര്. ഇവൻ പറഞ്ഞത് നമ്മുടെ ഇവിടുത്തെ പത്രത്തിൽ മാത്രമേ വരികയുള്ളൂ, പക്ഷെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അത് ലോകം മുഴുവൻ അറിയത്തക്ക രീതിയിലായിരിക്കും ഞാൻ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ദീദി പറയുവാണ്, ഞാൻ ഇന്ന് തന്നെ അത് ശരിയാക്കാന്ന് പറഞ്ഞു. ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, ഞാൻ പയ്യനോട് ഞാൻ പറഞ്ഞു, മോനെ നീ എന്നോട് ക്ഷമിക്കണം. കാരണം ഞാൻ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവൻ ഞാൻ നിമിത്തമായിട്ട് മറ്റൊരാളെ ഇത് കൊല്ലുക എന്ന് പറയുമ്പോൾ ഞാൻ അതിന് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ദേശത്ത് നാളെ നിൽക്കാൻ പറ്റത്തില്ല. യേശുവിന്റെ വചനം അവിടെ പറയാൻ പറ്റത്തില്ല, യേശുവിനെ നമുക്ക് ഉയർത്താൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെന്ന് നിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവന്റെ നമ്പർ മേടിച്ചു വെച്ചിട്ട്, ഇന്നുവരെ ഞാൻ വിളിച്ചിട്ടില്ല, അത് വേറൊരു ഭാഗം. പക്ഷെ അവനെ ഞാൻ പറഞ്ഞു വിടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ എന്തെങ്കിലും ആവശ്യമുണ്ട് വിളിച്ചോളാം മോനെ എന്നും പറഞ്ഞ് അവനെ ഞാൻ പറഞ്ഞു വിടുവാനായിട്ട് ഇടയായി തീർന്നു. പക്ഷെ എന്താണ് അങ്ങനെയൊക്കെ, അതായത് കർത്താവിന്റെ വചനം പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഇങ്ങനെ പള്ളിച്ചകളുടെ അടുക്കലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്താണ് സംസാരിക്കേണ്ടതെന്നുള്ളത് ദൈവം നിങ്ങൾക്ക് തരുമെന്നുള്ള ആ വാക്ക്, ഒരുപക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നായിരിക്കാം ദൈവം നമ്മളെ അന്നേരം നമ്മൾ നേരത്തെ കരുതി വെച്ചിരുന്ന ആദ്യമുള്ള വാക്കുകളൊന്നും ആയിരുന്നില്ല. പക്ഷെ അങ്ങനെ ദൈവം നമ്മളെ അവിടെ ഉപയോഗിക്കാൻ ഇടയായി തീർന്നു. എന്നാൽ അതിനുശേഷം ഈ പിന്നീട് അവര് 3-4 പിറ്റേന്ന് ഞാന് 3 ബൈക്കിലുള്ള പിള്ളേരെ വിളിച്ചു. ഞാൻ മോനെ വരണമെന്ന് പറഞ്ഞു. അന്ന് കിട്ടിയ സ്തോത്രാഴ്ചയെല്ലാം എടുത്ത് പെട്രോൾ അടിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് എന്തായാലും ഇവന്മാരിങ്ങനെ വന്നില്ല, അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് 5 ഗ്രാമത്തിലേക്ക് അങ്ങ് പോയേക്കാന്ന് പറഞ്ഞു. പിള്ളേർ ധൈര്യത്തോടെ എന്റെ കൂട്ടത്തിൽ വന്നു. ഞാൻ 5 ഗ്രാമത്തിൽ പിറ്റേന്ന് പോയി 5 ഗ്രാമത്തിൽ പ്രയർ നടത്തി. അവിടുന്ന് ഓരോ വിശ്വാസികളൊക്കെ നമ്മുടെ പിള്ളേര് വിശ്വാസികൾ, അവര് 15, 16, 18 വയസ്സുള്ള പിള്ളേരായിരുന്നു. അവര് 3 ബൈക്കുമായിട്ട് വന്നു. അവരോട് ഞാൻ പറഞ്ഞു, നമുക്ക് ഗ്രാമത്തിൽ പോകാന്ന് പറഞ്ഞു. അങ്ങനെ 5 ഗ്രാമത്തില് ഇവരുടെ മുമ്പിൽ കൂടെ തന്നെ പോയി നമ്മൾ പോയി മീറ്റിംഗ് നടത്തിയിട്ട് വരുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം അങ്ങനെ ഒരു കൃപ അന്ന് തന്നു. അങ്ങനെ പിന്നീട് ഇപ്പോൾ അവർ നമ്മളെ കാണുമ്പോഴൊക്കെ നമസ്തേ അടിക്കും. നമ്മളെ അന്ന് ഇത് ചെയ്തു വന്നവരൊക്കെ ഇന്ന് നമുക്ക് വേണ്ടി നമസ്തയൊക്കെ ചെയ്യുന്ന, ആരാധനയ്ക്ക് വരത്തില്ല എങ്കിലും നമുക്ക് വേണ്ടി നമസ്തയൊക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാലും കഴിഞ്ഞിടയ്ക്കും സിസ്റ്റർ എതിർത്ത് വന്നവര് ആ ദേശത്തിന്റെ അവിടെ വീടിന്റെ അടുത്തുള്ളവരാണോ? അല്ലല്ല, അന്ന് ഞാൻ ഒരു ജംഗൽ ഏരിയ പോലെയുള്ളിടത്താണ് ഞാൻ മാത്രമേ താമസിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ചുറ്റും വീടുകളൊക്കെ ആയി. പക്ഷെ നമ്മുടെ ഈ മൊഹമ്മദി എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ ഉള്ള ആൾക്കാർ തന്നെയാണ്, മെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ്. ഇവിടുത്തെ ചെയർമാന്റെ ഒക്കെ ആൾക്കാരാണ്. അങ്ങനെ അതിനുശേഷമായി ഈ 5 ഗ്രാമങ്ങളിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് കർത്താവ് സഹായിച്ചു. വീണ്ടും ഞങ്ങള് ബസ്സിലും ട്രക്കിലും ഒക്കെ കയറി ഗ്രാമങ്ങളിലൊക്കെ ഇപ്പോഴും പോകാറുണ്ട്. ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുശേഷമായി ഞാൻ ഇപ്പോൾ 200-ലധികം ഗ്രാമങ്ങളിൽ പോയി കർത്താവിന്റെ വേല ചെയ്യുവാനായിട്ട് കർത്താവ് ഞങ്ങളെ സഹായിച്ചു. പല ബ്രാഞ്ച് ചർച്ചകളും തുടങ്ങിയെങ്കിലും 7 സ്ഥലങ്ങളിലായിട്ട് ബ്രാഞ്ച് ചർച്ചായിട്ട് തുടങ്ങിയെങ്കിലും ഞങ്ങൾക്കത് ഇപ്പോൾ ഗ്രാമത്തിൽ പോകാൻ പറ്റാത്തൊരു അന്തരീക്ഷമാണ്. ഇപ്പോഴും നമ്മളോട് ചോദിക്കുന്ന, നിങ്ങൾ മതപരിവർത്തനം ചെയ്യുന്ന ഇത്ര ആൾക്കാരെയൊക്കെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് എന്നൊക്കെ ചോദിച്ച് ഇപ്പോഴും ഭീഷണിയുടെ മുമ്പിലാണ് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നത്. എന്നാല് എന്റെ മോന് 28 വയസ്സ് കഴിഞ്ഞ് അവന്റെ വിവാഹം ഇതുവരെ നടന്നിട്ടില്ല. വൈവാമിൽ കർത്താവിന്റെ വേല ചെയ്യുകയാണ്.
പലരും ചില സമയങ്ങളിലൊക്കെ നമുക്ക് സങ്കടം, വിഷമം തോന്നുന്ന ചില കാര്യങ്ങളെന്ന് പറയുന്നത്, ഇവിടെ വരുന്ന ദൈവമക്കൾക്ക് നമ്മുടെ കൈകൊണ്ട് ഒരു ഗ്ലാസ് വെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ കൈകൊണ്ട് ഒരു ഗ്ലാസ് ചായ ഇട്ട് കൊടുക്കുമ്പോൾ അവര് പറയുന്നത്, നിങ്ങൾ ഇന്ന് കുടിച്ച ചായ നിമിത്തമായി ഞങ്ങൾക്ക് ഈ ഒരാഴ്ച ഞങ്ങളുടെ ശരീരത്തിൽ വളരെ സ്വസ്ഥത കിട്ടി എന്ന് പറയുന്നത് കേൾക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കർത്താവിന്റെ വേല എപ്രകാരം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റും എന്നൊക്കെ ഓർത്ത് അധികമായി കർത്താവിനെ നന്ദി കരയറ്റുവാനായിട്ട് ഇടയായിട്ടുണ്ട്. പലരും ഒരു സമയത്ത് കഴിഞ്ഞ ഒരു 6-7 മാസത്തിന് മുമ്പുള്ള ഒരു കാര്യമാണ്. ഒരു സ്ത്രീ അവരുടെ അവര് ഒരു ഭ്രാന്തിയെ പോലെ കടന്നു വരുവാൻ ഇടയായി തീർന്നു. നമ്മൾ പാട്ട് തുടങ്ങുമ്പോഴത്തേക്ക് പാട്ട് പാടാനായിട്ട് സമ്മതിക്കത്തില്ല, പ്രസംഗം തുടങ്ങുമ്പോഴത്തേക്ക് പ്രസംഗിക്കാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ, അത് ഭർത്താവിനെ കൊല്ലണം എന്നുള്ള ചിന്തയിലാണ്. പക്ഷെ അവരിൽ ഉണ്ടായിരുന്ന ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണപ്പെടാൻ പറ്റാത്തതാണ്. അവസാനം അവര് പല സ്ഥലങ്ങളിൽ പോയി വളരെ പൈസകളൊക്കെ, ലക്ഷക്കണക്കിന് പൈസകളൊക്കെ മുടക്കി. പക്ഷെ അവർക്ക് സൗഖ്യം വന്നില്ല. അവരെ ഇവിടെ നമ്മുടെ ചർച്ചിൽ വരുന്ന ഒരാളാണ് അവര് കൂട്ടിക്കൊണ്ട് വന്നത്. പതുക്കെ 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 ഇന്ന് അവര് നോർമലായി അവരിപ്പോൾ സ്നാനപ്പെടാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിലും ഒരു 10-15 പേരോളം സ്നാനപ്പെടാനായിട്ട് തയ്യാറായിട്ടുണ്ട്. ഇവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് ഈ ഇടയ്ക്ക് പ്രാർത്ഥിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ വേല എന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങള് ഒരു താൽക്കാലിക ഷെഡ് വെച്ചിട്ടുണ്ട്. ടിൻ ഷീറ്റ് വെച്ചാണ് വെച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് ഒരു അരമണിക്കൂർ പോലും ഇരിക്കാൻ പറ്റത്തില്ല. അതായത് ഞങ്ങൾ അതിന് സമയത്തിനെല്ലാം മാറ്റം വരുത്തി ഒരു രാവിലെ 8:30 മുതൽ 10 ആകുമ്പോഴത്തേക്ക് നമ്മൾ AC-ന്ന് വെളിയിൽ ഇറങ്ങുന്നത് പോലെയാണ് അകത്തിരിക്കുമ്പോൾ. അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ്. അവിടുത്തെ നല്ലൊരു ആലയത്തിന്റെ പണികൾക്ക് വേണ്ടിയും എല്ലാവരും പ്രാർത്ഥിക്കണം. ഞങ്ങളിവിടെ ഒരു ചെറിയ വീടൊക്കെ വെച്ചുകൂടെ കർത്താവിന്റെ വേല താമസിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ പണികളൊന്നും പൂർത്തീകരിച്ചിട്ടില്ല, 2ന്റെയും പണി പൂർത്തീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ അവിടുത്തെ പ്രവർത്തനങ്ങളെ എന്ന് പറയുന്നത് അനേക പ്രിയപ്പെട്ടവര്, കൂടുതലും ഇപ്പൊ സുവിശേഷീകരണം ഞങ്ങൾക്ക് ഗ്രാമങ്ങളിലൊന്നും ഓപ്പൺ ആയിട്ട് പോകാനായിട്ട് പറ്റത്തില്ല. ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ ഫോണിലൂടെ ഉള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അതുപോലെ തന്നെ ഫോണിലൂടെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അവര് പിഞ്ചു കുഞ്ഞുങ്ങൾ കരയുമ്പോൾ രീതി പെട്ടെന്ന് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ വയ്യ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച ഉടനെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ നിൽക്കുന്നതായ അനുഭവങ്ങൾ നമുക്ക് കേൾക്കുവാൻ ഇടയായി തീർന്നു. അതാണ് ഞാൻ ആ പാട്ടിൽ ഇപ്രകാരം പാടുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ, ഇത്രത്തോളം ഞങ്ങളെ വരുവാൻ ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ എന്തുള്ളൂ. ഹല്ലേലൂയ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നുവെന്ന് ഓർക്കുവാൻ കർത്താവ് നമ്മളെ ദിനംതോറും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും നമുക്ക് കർത്താവിന്റെ വചനങ്ങളെ കേൾക്കുവാനായിട്ടെല്ലാം കർത്താവ് നമ്മളെ സഹായിച്ചു കൊണ്ടിരുന്നല്ലോ. എന്നാല് പ്രിയ ദേവദാസന്റെ മരണത്തിന് ശേഷമായി ഈ 5 വർഷത്തിന് മുമ്പ് വരെ എനിക്ക് സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ഏതിൽ നിന്നും സപ്പോർട്ടില്ല. എന്നാൽ പലരുടെയും സഹായത്താലൊക്കെ ദൈവം തരുന്ന നന്മകളൊക്കെ അനുഭവിച്ചുകൊണ്ട് കർത്താവിന്റെ വേലയിൽ ആയിരിക്കാൻ ഇതുവരെ ഞങ്ങളെ സഹായിച്ചു. തുടർന്ന് അവിടുത്തെ പ്രവർത്തനങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ദൈവനാമത്തിൽ അപേക്ഷിക്കുകയാണ്. എന്നെ ചിന്തിപ്പിച്ചതായ ഒരു വേദഭാഗം ഞാൻ വായിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു. നൊടിനേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്ത അനവധിയായി തേജസ്സിന്റെ നിത്യകനം ഞങ്ങൾക്ക് കിട്ടുവാൻ പോകുന്നു. കാണുന്നതിനെയല്ല, കാണാത്തതിനെ അത്രേ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഹല്ലേലൂയ. ഈ ഓരോ വചനങ്ങളും ഈ വചനം ഞങ്ങളുടെ ഓരോരുത്തരും ജീവിതത്തില് എന്റെ വിശേഷാല് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ ഏതെല്ലാം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമെന്ന ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. പലപ്പോഴും നിന്ദകളുടെയും പരിഹാസങ്ങളുടെയും പ്രതികൂലത്തിന്റെയും മധ്യത്തിൽ ഒറ്റപ്പെടുന്ന അനുഭവങ്ങൾ എല്ലായിടത്തും പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏതെല്ലാം വിധത്തിലാണെന്ന് പറഞ്ഞാലും പക്ഷെ ദൈവം എന്നെ ധൈര്യപ്പെടുത്തുന്നു. എന്നാൽ ഇവിടെ എല്ലാവരും ഒറ്റപ്പെടുത്തിയ അനുഭവത്തില് കർത്താവ് എന്നോട് ഇപ്രകാരം സംസാരിക്കാൻ ഇടയായി തീർന്നു. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. എന്നാല്
യേശുവിന്റെ ആ കൂട്ടത്തിലുള്ള ഒരുത്തൻ തന്നെയാണ് യേശുവിനെ പറ്റിക്കൊടുത്തത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ സഭയിലാണെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കിൽ പിന്മാറി പോകുന്ന ആൾക്കാരാണ് നമുക്ക് എപ്പോഴും എതിരായിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കണം. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന്റെ നിറവില് സകലരെയും വിവേചിപ്പാനുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അത് നമുക്ക് പരിശുദ്ധാത്മാവല്ലാതെ മറ്റാർക്കും തരുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം നമുക്ക് തരുന്ന ഉറപ്പും ആകെ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നുണ്ട്. നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം പെരുമാറ്. കർത്താവിനെ ഭയത്തോടും ഭക്തിയോടും കർത്താവിന്റെ സേവ ചെയ്യുവാനായിട്ട് നമ്മെ ഓരോരുത്തരെയും കർത്താവ് സഹായിക്കട്ടെ. എന്നെ വേറൊരു വേദഭാഗം കൂടി വായിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് അറിയുന്നു, അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചുമിരിക്കുന്നു. ഹല്ലേലൂയ. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനായ കർത്താവ് തുടർന്ന് ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ ഇതുവരെ നടത്തി. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വീണ്ടും പറയാനായിട്ടുണ്ട്, എന്നാൽ നമ്മുടെ മുമ്പില് സമയം നമുക്ക് ശേഷിക്കാത്തത് കൊണ്ട് ഹല്ലേലൂയ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെയും ഇവിടുത്തെ കർത്താവിന്റെ വേല ഇന്നും ഞങ്ങള് പ്രതികൂലത്തിന്റെ മധ്യത്തിൽ തന്നെയാണ്. ഇവിടെ പല സ്ഥലങ്ങളും പല ചർച്ചുകൾ അടയ്ക്കപ്പെട്ടു. ഞങ്ങള് പേടിച്ചാണ് ആരാധനകളൊക്കെ നടത്തുന്നത്. പിന്നെ ഗേറ്റിന്റെ വെളിയില് ഗേറ്റിന്റെ ഭാഗത്ത് ആരെങ്കിലും വന്ന് മുട്ടിയാൽ ഉടനെ മറ്റാരെങ്കിലും പോയി നോക്കും. അവർക്ക് ആരാണെന്ന് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് വരുത്തുകയുള്ളൂ. നമുക്ക് വേണ്ടി അതുപോലെ എപ്പോഴും ഭീഷണിയുടെ മധ്യത്തിൽ ഇവിടെ പല സ്ഥലങ്ങളിലും പോലീസുകാരൊക്കെ ചെന്ന് പലരെയും പിടിച്ച് ജയിലിലൊക്കെ ഇട്ട അനുഭവങ്ങളൊക്കെ ഉണ്ട്. പലരെയും സ്റ്റേഷനിൽ കൊണ്ടുപോയ അനുഭവങ്ങളുണ്ട്. ഇവിടെ ആരാണ് നടത്തരുതെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങൾ അടച്ചിട്ടുണ്ട്. എന്നാൽ ഞാൻ എന്റെ ഒരു അനുഭവം കൂടി ഞാൻ വീണ്ടും പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ഒരിക്കൽ ഒരു അഞ്ച് വർഷത്തിന് മുൻപ് ഈ ഷെഡ് പ്ലാസ്റ്റിക് വലിച്ചു കെട്ടി ആരാധന നടക്കുന്ന സ്ഥലത്ത് ഞങ്ങൾ ഒരിക്കൽ വന്നപ്പോൾ രാവിലെ വരുന്ന സമയത്ത് ഭയങ്കര മഴയാണ്. ആർക്കും വരാൻ പറ്റത്തില്ല, മുറ്റത്തെങ്ങും ഇറങ്ങാൻ പറ്റാത്തൊരു അനുഭവം. അതോടൊപ്പം തന്നെ കൊടും കാറ്റെന്ന് പറഞ്ഞ കാറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ ശരീരത്തിന്റെ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തലമുഴി ഇവിടെ വരെ മൊത്തം നനയും. കാലിന് മുട്ടറ്റോട്ടം വെള്ളമാകും. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ഗസ്റ്റ് പാസ്റ്റർ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹവും ഞങ്ങൾ എല്ലാവരുടെയും ഈ കൊടയുണ്ടായിരുന്നു. കൊടയും പിടിച്ച് ഞങ്ങൾ ആ ഷെഡിന്റെ അവിടെ ഷെഡൊന്നും വലിച്ചു കെട്ടിയില്ല. കെട്ടാതെ തന്നെ ഞങ്ങൾ അവിടെ ഒന്ന് പ്രാർത്ഥിച്ചു. ഞങ്ങൾ 5 പേരിൽ നിന്ന് ഒരാൾ സങ്കീർത്തനം, ഒരാൾ പ്രാർത്ഥിച്ചു തുടങ്ങി, ഒരാൾ പാട്ടുപാടി, ഒരാൾ എല്ലാരും സാക്ഷ്യം പറഞ്ഞു, സങ്കീർത്തനം വായിച്ചു, ചെറിയൊരു പ്രബോധനം. മഴയത്ത് തന്നെ നിന്ന് കൊടയും ചൂടി ഞങ്ങൾ അത് ചെയ്യുവാൻ ഇടയായി തീർന്നു. അപ്പോൾ ആ സ്ഥലത്താണ് ഇപ്പോൾ ഷെഡ് വെച്ചിരിക്കുന്നത്. മറ്റൊരു അനുഭവം കൂടി ഞാൻ പറയാം. ഇതുപോലെ ഒരു ഞായറാഴ്ച ആരാധനയ്ക്ക് വന്ന സമയത്ത് അവിടെ ഒന്നും ഇല്ലായിരുന്നു. മൊത്തം ഇങ്ങനെ പോച്ച ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. എന്റെ മോൻ എന്നെ വണ്ടിയിൽ കൊണ്ടുവന്ന് ഗ്രാമത്തിലുള്ള സ്ഥലത്തിന്റെ വെളിയിൽ ഒരു മരമുണ്ട്. മരത്തിന്റെ കീഴിൽ അവൻ നിൽക്കുക. ഞാൻ പറഞ്ഞു, മോനെ നീ വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഇല്ല മമ്മി അകത്ത് പോയിട്ട് വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പോയി പ്രാർത്ഥിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ കുറെ കട്ട ഇങ്ങനെയൊക്കെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് വന്നപ്പോഴത്തേക്ക് ഇന്ന് ഞായറാഴ്ചയാണല്ലോ, ഒരു മനുഷ്യരെ പോലും കാണുന്നില്ല എന്നൊക്കെ മനസ്സിന് വളരെ ഭാരം തോന്നി. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ, എത്ര പുല്ല് നിൽക്കുന്നോ ഞാൻ വിശ്വാസത്താൽ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് ഇവിടെ ഒരു മനുഷ്യൻ പോലും ആരാധിക്കാനായിട്ടില്ലെങ്കിൽ പോലും ഇവിടെ എത്ര പുല്ലുകൾ നിൽക്കുന്നു, അല്ലെങ്കിൽ എത്ര ചെടികൾ ഇങ്ങനെ നിൽക്കുന്നോ അത്രയും ചെടി അതുപോലെ കർത്താവ് ഞങ്ങൾക്ക് ആത്മാക്കൾ തരണമേ എന്ന് ഞാൻ പറഞ്ഞ് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. എന്നുവെച്ചാൽ എന്തെങ്കിലും പ്രത്യേക പ്രോഗ്രാമുകളിലൊക്കെ വിളിക്കുകയാണെങ്കിൽ ഹിന്ദുവായിട്ടും മുസ്ലിമായിട്ടും ചില മീറ്റിങ്ങിലൊക്കെ നമ്മൾ വിളിക്കാത്തവരൊക്കെ കടന്നു വരും. അന്ന് എന്റെ വിശ്വാസത്തോടുള്ള പ്രാർത്ഥന, ഹല്ലേലൂയ, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്നുള്ള കർത്താവിന്റെ വചനം ഞങ്ങൾക്ക് അനുഭവിച്ചറിയുവാനായിട്ട് ഇടയായി തീർന്നു. അതോടൊപ്പമായി ദൈവം ഞങ്ങൾക്ക് ചെയ്ത എല്ലാ നന്മകളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അറിഞ്ഞും അറിയാതെയും പലരുടെയും സഹായിച്ചാൽ പലരുടെയും കണ്ണുനീരും പ്രാർത്ഥനയുമാണ് ഞങ്ങൾ ഈ ദേശത്ത് നിലനിർത്തുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയ ദേവദാസിക്കും ജോയ്സ് ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എന്റെ നന്ദി സ്നേഹം അർപ്പിക്കുന്നു. ഞാനിവിടെ AG-യിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രിയ ദേവദാസിന് മരിച്ച ആ വർഷം തന്നെ എനിക്കിവിടെ ഒരു ലേഡീസ് ചർച്ച് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഞാൻ ലേഡീസ് ചർച്ചിന്റെ ഇതായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതുവരെയും കർത്താവ് ഞങ്ങളെ നടത്തുവാൻ ഇടയായി തീർന്നു. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെ മനുഷ്യമുഖങ്ങളൊക്കെ മാറിപ്പോകുമ്പോൾ മാറാത്തവനായി, മറക്കാത്തവനായ, ഉറ്റസ്നേഹിതനായി
ഞാൻ നിങ്ങളൊരു നാളും അനാഥരായി വിടുകയില്ല എന്നറിയിച്ചത് ദൈവത്തിന്റെ വാഗ്ദത്തം നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിൽ നിറവേറപ്പെടുവാൻ ഇടയാകട്ടെ. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കണം, അതോടുകൂടി സകലം നൽകി തരുമെന്ന കർത്താവിന്റെ വാഗ്ദത്തമാകയാൽ ആ വാഗ്ദത്തത്തിൽ മാത്രം ആശ്രയിച്ച് ജീവിച്ചാൽ നമ്മെ ഒരിക്കൽ ലജ്ജിപ്പാൻ ഇടയാക്കത്തില്ല. ഹല്ലേലൂയ. ആരുടെയും മുൻപിൽ കൈനീട്ടുവാൻ കർത്താവ് നമ്മെ അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഞാൻ എന്റെ അനുഭവത്തിലൂടെയാണ് ഞാൻ ഇതെല്ലാം പറയുവാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. ഞങ്ങളെ ഓർത്തും പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ഒരുമിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ അതിന് ധാരാളം അനുഗ്രഹിക്കട്ടെ. വിശേഷ റീച്ചൽ ആന്റിയെ എന്റെ ജോയ്സ് ടിവിയിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മെ ധാരാളം വേണം. ആമേൻ. പ്രൈസ് ലോർഡ്. ദൈവദാസി, കർത്താവ് ദേവദാസിയെ സഹായിക്കട്ടെ. 200-ലധികം ഗ്രാമങ്ങളിൽ സുവിശേഷീകരിപ്പാൻ തക്കവണ്ണം ഒരു സഹോദരിയാകുന്ന കർത്താവിൻ്റെ ദാസിയെ ദൈവം ഉപയോഗിച്ചല്ലോ. ദൈവം എത്രയോ വലിയവനാണ്. സ്തോത്രം. നമ്മുടെ കർത്താവിനും എന്തും ചെയ്യുവാൻ കഴിയുമെന്നുള്ളത് പ്രിയ കർത്താവിൻ്റെ ദാസിയുടെ സാക്ഷ്യത്തിലൂടെ മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ദാസിയെ ദൈവം പിന്നെയും അവിടെ ഉപയോഗിക്കട്ടെ. അനേകായിരങ്ങളെ നേടുവാൻ കർത്താവ് സഹായിക്കട്ടെ. ധൈര്യത്തോടും പ്രത്യാശയോടും കൂടെ ആ ദേശത്ത് പിന്നെയും നിലനിൽക്കുക. കർത്താവ് ദേവദാസിയെ അനുഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. ദേവദാസി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, വിലയേറിയ സമയത്തിനായി ഞങ്ങൾ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ് ദൈവമേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പ്രിയ റീച്ചിലാൻഡ് ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തെ അങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഹല്ലേലൂയ അടിനെയും കർത്താവ് സഹായിച്ച് കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇതിന് അവസരങ്ങൾ ഒരുക്കി തന്ന പ്രിയപ്പെട്ടവർക്കെല്ലാം കർത്താവേ നന്ദി സ്നേഹം അർപ്പിക്കുന്നു. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, നിന്റെ കുഞ്ഞുങ്ങളെ ആക്കിയിരിക്കുന്ന വേല കർത്താവ് എന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ എല്ലാ പ്രിയപ്പെട്ട എന്നോട് സഹായിക്കണമേ. ഇതിന്റെ എല്ലാവിധ ഹല്ലേലൂയ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തികമായ ഹല്ലേലൂയ ആത്മീയമായ ഭൗതികമായ എല്ലാ നന്മകളും കർത്താവ് ഒരുക്കി കൊടുത്ത് അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷ നിരവധിയായി ചെയ്തെടുപ്പാൻ തക്കണം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകത്താലും ഇവിടെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന നന്മയെ കൊടുത്ത മക്കളെ ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവമേ, കേൾക്കപ്പെട്ട സാക്ഷ്യത്തില് ഹല്ലേലൂയ 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 ജീവിതത്തിൽ അത് ഹല്ലേലൂയ വലിയ വിടുതലിന് ആശ്വാസത്തിന് അനുഗ്രഹത്തിന് എല്ലാം കാരണമാക്കി തീർക്കുവാൻ എന്റെ പിതാവേ നീയോട് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിന് മതിയാകുമെന്ന് പറയുവാൻ ഒന്നിനെ കുറിച്ച് വിചാരപ്പെടുവാൻ അല്ല കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവൻ തന്റെ ധനത്തിന്റെ മഹിമയ്ക്ക് ഒത്തവണ്ണം കർത്താവ് സകലം തീർത്തു തരുമെന്നൊരു വാഗ്ദത്തമായാൽ ഹല്ലേലൂയ അങ്ങയുടെ വാഗ്ദത്തത്തിൽ ആശ്രയിച്ച് നിലനിൽപ്പാൻ ഞങ്ങളെ കൃപ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷ പ്രിയ ആന്റിയെയും ജോയ്സ് ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും പിതാവിന്റെയും പുത്രന്റെയും വിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർ അനേകർക്ക് ഇതൊരു ഹാലലിയ മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനലിനെയും കർത്താവ് കടന്നു വരുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അനേക സാക്ഷ്യങ്ങൾ ഇതിൽ കേൾക്കുവാൻ തക്കവണ്ണം വീണ്ടും നീ അധികമായി ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെ സുബോധത്തിന്റെ സ്നേഹത്തിന്റെ ആത്മാവിനെ പ്രാപിച്ചുകൊണ്ട് മുമ്പോട്ട് ധൈര്യത്തോടെ പോവാൻ തക്കവണ്ണം കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥന യാതൊരു ഘട്ടത്തിനായ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ. ദേവദാസി, കർത്താവ് സഹായിക്കട്ടെ.